ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത MOT അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സിഗ്മ 1s2 പിന്നെന്തായിരുന്നു സിഗ്മ സ്റ്റാർ 1s2 പിന്നെന്തായിരുന്നു സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പിന്നെന്തായിരുന്നു പൈ 2p x ഈക്വൽ ടു പൈ 2p y അല്ലെ. ഇവിടെയൊക്കെ 2 ഉണ്ടെങ്കിൽ 2 കൊടുക്കാം, വേണമെങ്കിൽ അങ്ങനെ പഠിക്കണമെന്നില്ല. മാക്സിമം ഫില്ല് ചെയ്യുന്ന ഒരു ഓർഡർ ആണ് പറയുന്നത് അല്ലെ. പിന്നെ ഇതായിരുന്നു സിഗ്മ 2p z മാക്സിമം ഫില്ല് ചെയ്യുമ്പോൾ 2. നെക്സ്റ്റ് വന്നത് പൈ സ്റ്റാർ 2p x ഈക്വൽ ടു പൈ സ്റ്റാർ 2p y. ഇവിടെയൊക്കെ 2 വരും അല്ലെ. ഓക്കെ, 2. നെക്സ്റ്റ് എന്തായിരുന്നു സിഗ്മ സ്റ്റാർ 2p z. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇത് എത്ര മോളിക്യൂൾസിനാണ് ഇതുപോലെ ഓർഡറിൽ വരിക? 3 മോളിക്യൂൾസ്. ഏതൊക്കെയായിരുന്നു അത്? 3 മോളിക്യൂൾസ് ഏതൊക്കെയായിരുന്നു? ബോറോൺ അല്ലെ, B2. പിന്നെ എന്തൊക്കെയായിരുന്നു? C2 N2 കേട്ടോ, ഓർത്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇത്രയും മോളിക്യൂളിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ചെക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഹോംവർക്ക് ചെക്ക് ചെയ്യും. ഹോംവർക്ക് ഒരെണ്ണല്ലേ ഒന്നുള്ളൂ, N2 അല്ലേ? N2 ഒരു സ്പേസ് ഒക്കെ വിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യും N2. ഇപ്പൊ ഇത്ര ആൾക്കാരാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത് കേട്ടോ, ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വരുന്ന ആൾക്കാർ ആരൊക്കെ ആയിരിക്കും? O2 പിന്നെന്തായിരിക്കും? F2 Ne2 അല്ലെ, Ne2. ഇത്ര ആൾക്കാരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. Ne2. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന O2 ആണ്. O2 വരുമ്പോ ഒരേ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ആ ചേഞ്ച് വരുന്ന പൊസിഷൻ പറയാം. ഇത് ഉണ്ടല്ലോ, ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലിപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ആദ്യം വരും, ഇതെന്ത് ചെയ്യും? രണ്ടാമത് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അത്രേ വ്യത്യാസമേ ഉള്ളൂ. അപ്പോ നമ്മൾ O2 എഴുതാൻ പോവാണ്. O2 ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് അല്ല, സോറി, ടോട്ടൽ ഇലക്ട്രോൺ എത്രയാ? ഓക്സിജൻ സിംഗിൾ ഓക്സിജൻ എത്രയാ? 8. ഇപ്പൊ 2 ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ എത്രയോ? 16. അപ്പൊ ഇവിടെ നിന്ന് അങ്ങ് ഫില്ല് ചെയ്ത് തുടങ്ങും 16 വരെ കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോ. സിഗ്മ O2 വരക്കുമ്പോ നോക്കിയോ, സിഗ്മ 1s2 പിന്നെന്ത് വരും? സിഗ്മ സ്റ്റാർ 1s2 പിന്നെന്ത് വരും? സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ കേട്ടോ, ഓർത്ത് നോക്കാം. അതെ, ചില സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇത് എനർജി, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു രീതിയാണ് കേട്ടോ. ഓക്കെ, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്നുള്ള രീതിയാണ്. ഓർത്തൊക്കെ തീർത്താവുന്നുണ്ട്. ഹലോ, പറഞ്ഞു, എന്ത് പറ്റി? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. കുഴപ്പമില്ല, റെക്കോർഡിങ്സ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, എന്നാ ശരി. ഓക്കെ, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 പിന്നെ എന്ത് വരും? സിഗ്മ 2s2. അപ്പൊ ചില സ്കൂളിൽ ഇങ്ങനെ കോമ പറ്റില്ല. ഇതുപോലെ കേട്ടോ, ഇൻക്രീസിംഗ് ഓർഡർ. ഇതെന്താ? ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുമ്പോൾ എനർജി എന്ത് ചെയ്യും? കൂടും. അങ്ങനെ പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതിയേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത് എന്തായിരിക്കും? നെക്സ്റ്റ് അല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അല്ലെ? ഇപ്പൊ ഇവിടെയും വരെ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് സിഗ്മ സ്റ്റാർ 2s2. അപ്പൊ ടോപ്പില് ഉള്ളത് നോക്കി കഴിഞ്ഞാൽ 2 + 2 4, 4 + 2 6, 6 + 2 8 കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇവർ എക്സെപ്ഷൻ ആണ് അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് 3 എണ്ണമാണ് എടുത്തത്. ഓക്സിജന്റെ ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ ഓക്സിജന് ടോട്ടൽ ഒരു ഓക്സിജൻ എത്രയുണ്ട്? 8. 2 ഓക്സിജൻ, 2 ഓക്സിജൻ ആവുമ്പോൾ എന്താവും? 16. അപ്പൊ 16 വരെ നമുക്ക് ഫില്ല് ചെയ്യണം. പക്ഷെ ഇവിടെ ഒന്ന് ഫ്ലിപ്പ് ആവും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സിഗ്മ 2p z വരും. കണ്ടോ, ആകെ വ്യത്യാസം കണ്ടോ? സിഗ്മ 2p z. ഇനി എന്ത് വരും അടുത്തത്? പൈ 2p x
2 ഈക്വൽ ടു എന്ത് വരും? 5 2p y 2. ഇപ്പൊ എത്രയായി ടോട്ടൽ നോക്കിയിട്ട് പറഞ്ഞു? എത്രയായി? എത്രയായി? 14. എത്ര വേണം? 16. അപ്പൊ എന്ത് ചെയ്യും? ഇനി അടുത്ത് എന്ത് എഴുതണം പറഞ്ഞു? ആ സിഗ്മ സ്റ്റാർ ആണോ ഇത്? അല്ലേ? ഇവിടം വരെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഫ്ലിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? പൈ സ്റ്റാർ അല്ലെ? പൈ സ്റ്റാർ 2p x ഈക്വൽ ടു പൈ സ്റ്റാർ 2p y. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് അല്ലെ? ഓക്കെ. പൈ സ്റ്റാർ 2p y. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 1 കൊടുത്താ ഇവിടെയും 1 ഉണ്ടോ? ഓക്കെ. കാരണം എന്താ? രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 1 കൊടുത്താൽ എന്ത് ചെയ്യണം? ഇവിടെയും 1 അങ്ങനെ കൊടുക്കണം കേട്ടോ. ഓക്കെ. കാരണം ഈക്വൽ ആകുമ്പോ 1 1 വെച്ച് ഫില്ല് ചെയ്തിട്ടേ പെയർ ആവാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ. വേഗം എഴുതുക. O2. ഇതിനെന്താ വിളിച്ചേ? ഇതിനെ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതി എനർജി പറയൂലേ? എനർജി ലെവൽ ഡയഗ്രാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എനർജി ലെവൽ ഡയഗ്രാം അല്ലെങ്കിൽ MOT ഓഫ് ഓക്സിജൻ കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വരിക. ഇതുപോലെ എഴുതണം കേട്ടോ. ഇവിടം വരെ ചോദിച്ചു. ഇല്ല, അത് ഫ്ലിപ്പ് ആവില്ല. ആകെ ഫ്ലിപ്പ് ആവുന്നതാണ് റെഡ് ലൈൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ. ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എവിടെ മാത്രം ഫ്ലിപ്പ് ആവുള്ളൂ? ഇവിടെ മാത്രം ഫ്ലിപ്പ് ആവുള്ളൂ. ടോപ്പില് സ്റ്റാറിലൊന്നും ഫ്ലിപ്പ് ആവില്ല കേട്ടോ. ഓക്കെ. ഓക്കെ. വേഗം വരച്ചു. ഇത് കാണാതെ പഠിച്ചു വെക്കണം. എന്നിട്ട് ആ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്ന മാത്രം എന്താവുള്ളൂ? ചേഞ്ച് ആവുള്ളൂ അല്ലേ? ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നതല്ലേ? ദെൻ ബോണ്ട് ഓർഡർ അല്ലെ? അടുത്ത ബോണ്ട് ഓർഡർ ആണ്. ഇത് എഴുതി കഴിയട്ടെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. ബോണ്ട് ഓർഡർ ആദ്യത്തെയാണ് എനിക്ക് പറഞ്ഞു തരാൻ പോണേ കേട്ടോ. ഓക്കെ. ഓൺലൈനിൽ ആദ്യത്തെ പറഞ്ഞു തരാം. മോനെ ആദിത്യ എഴുതി കഴിഞ്ഞല്ലേ? ബോണ്ട് ഓർഡർ എങ്ങനെയായിരുന്നു ഡെഫിനിഷൻ? പറഞ്ഞോ. ശരിയാ. അല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മതി. ബോണ്ട് ഓർഡറിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നല്ലോ. ബോണ്ട് ഓർഡർ ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ട് ഓർഡർ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയാണ്. നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ഡിവൈഡഡ് ബൈ 2. ഓർമ്മയുണ്ടോ? ഓക്കെ. അത് തന്നെ. NB മൈനസ് NA/2. NB ഇവിടെ എത്ര വരും? NB ഇവിടെ എത്ര വരും? നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ എത്ര വരും? ഇവിടെ നോക്കിയേ 2. സ്റ്റാർ ഇല്ലാത്തതെല്ലാം ബോണ്ടിങ് ഓർബിറ്റൽ ഇവിടെ പറഞ്ഞു. എത്ര എണ്ണം വരും? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. കണ്ടോ? സ്റ്റാർ ഉള്ളത് നോക്കരുത് കേട്ടോ. ഓക്കെ. അങ്ങനെ നോക്കിയിട്ട് എത്ര വരും നോക്കി. എല്ലാം നോക്കണം. സ്റ്റാർ ഇല്ലാത്ത എല്ലാം കൗണ്ട് ചെയ്യണം. ഇതൊക്കെ നോക്കണം. സ്റ്റാർ ഇല്ലല്ലോ. 10. വെരി ഗുഡ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. 10 കിട്ടിയോ? ഓക്കെ. 10 കിട്ടിയോ? ഉറപ്പല്ലേ? കിട്ടിയോ? ഓക്കെ. അപ്പൊ 10 ഒന്ന് നോക്കാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ? സ്റ്റാർ ഇല്ല. സ്റ്റാർ ഉള്ളത് ഒന്ന് നോക്കിയേ. ഈ സ്റ്റാറിനെ കാണാൻ പറ്റില്ലെങ്കിൽ ഓർക്കുക. ഇത് സ്റ്റാർ ആണ് അല്ലേ? ഓക്കെ. ഇത് സ്റ്റാർ, ഈ സ്റ്റാർ, പിന്നെ സ്റ്റാർ കിടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. അപ്പൊ ഈ റെഡ് കളറിലുള്ള ഇല്ലാത്തത് കണ്ടോ? റെഡ് കളറിലുള്ള വേണ്ട കണ്ടോ? ഓക്കെ. ദെൻ ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? യെല്ലോ സൂസ് തന്നെയാണ്. ഏതാണ്?
NA അല്ലേ? NA എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ് കേട്ടോ. ഗുഡ്. NA കിട്ടിയല്ലേ? ഓക്കെ. അപ്പോ സ്റ്റാർ ഉള്ളതാണ് NA എന്ന് പറയുന്നത്. വീണ്ടും പോയി ഒരു മിനിറ്റ് കേട്ടോ. ആണോ നോക്കാം. എത്ര കിട്ടി? ബോണ്ട് ഓർഡർ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എത്ര കിട്ടി? 2 കിട്ടിയോ? നിങ്ങൾക്ക്? ഓക്കെ. എല്ലാവർക്കും കിട്ടി അല്ലേ? ഗുഡ്. മനസ്സിലായല്ലേ? കുഴപ്പമില്ല കേട്ടോ. ബോണ്ട് ഓർഡർ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാർ ഉള്ളതാണ് ആന്റി ബോണ്ടിങ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടണം. ഇവിടെ വരുന്നത് 10 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2 കിട്ടും. 4/2. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത എന്തായിരിക്കും? F2. വേഗം ചെയ്തേ. F2 ഞാൻ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യും കേട്ടോ. വേഗം നോക്കണം, തനിയെ എഴുതണം കേട്ടോ. ഓക്കെ. O2 കഴിഞ്ഞു. F2 കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. O2ന് പകരം F2 ചെയ്താൽ എങ്ങനെയായിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. F2ൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നത് അല്ലേ? ഓക്കെ. എഴുതി കഴിഞ്ഞ ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഇവിടെ കഴിഞ്ഞു അല്ലേ? ഗുഡ്. എഴുതി അത്രയും ശരിയാണ് കേട്ടോ. ഗുഡ്. റൈറ്റ്. ശരിയാണ്, അത്രയും വരെ റൈറ്റ് ആണ്. ഇനി ബോണ്ട് ഓർഡർ കേട്ടോ. ഇത് കഴുകി കഴിയുമ്പോൾ ബോണ്ട് ഓർഡർ കൊണ്ട് പറയണം കേട്ടോ. ധൈര്യമായിട്ട് ചെയ്തു കേട്ടോ. മെത്തേഡ് മനസ്സിലായോ? മെത്തേഡ് മനസ്സിലായല്ലോ? F2നാകുമ്പോൾ എത്രയുണ്ടാവും? ആറ്റമിക് നമ്പർ ഫ്ലൂറിൻ 9 ആണ് കേട്ടോ. 2 ഫ്ലൂറിൻ വരുമ്പോൾ എത്രയാവും? ഒരു ഫ്ലൂറിന് 9. അപ്പോൾ 2 ഫ്ലൂറിനാവുമ്പോൾ ഇല്ല 9 ഒരെണ്ണം. 2 എണ്ണം ആവുമ്പോൾ 9 + 9 9 + 9 9 × 2 18 ഉണ്ടോ? അപ്പോൾ 18 വരെ ഫിൽ ആവണം ഉണ്ടോ? ഓർത്തോ. മറ്റേത് എത്രയായിരുന്നു ഫില്ലായത്? 16. ഇത് 18 ആക്കണം കേട്ടോ. ഉണ്ടോ? O2 അല്ലേ? അതുപോലെ F2 ഇതിലിങ്ങനെ ഫില്ല് ചെയ്തോ മോൻ. ഇതിൽ നോക്കിയിട്ടെ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എവിടം വരെ എത്തണം നോക്കാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ രണ്ടാമത് എഴുതുമ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് എവിടം വരെ എത്തി? ഇനി എത്രയാക്കണം? 18 ആകുമ്പോൾ കേട്ടോ. ഓക്കെ, അതാണ് അതിൻ്റെ ട്രിക്ക് കേട്ടോ. ചോദിക്കണം കേട്ടോ. ഈക്വൽ ആണെങ്കിൽ 1 ആണ്. ഇതിന് എത്രയുണ്ട്? F2 എന്ന് പറയുമ്പോൾ ഒരെണ്ണം 9. അപ്പോൾ 18 ആകുമ്പോൾ എത്രയോ? രണ്ട് സ്ഥലത്തും 2 വരും. ഏതാ വെട്ടിക്കളഞ്ഞ? ഇനി മറ്റേതും കൂടി നോക്കാം കേട്ടോ. ഓക്കെ, മോന് കിട്ടിയോ? ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരും? 18 കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ഫ്ലൂറിൻ 9 ആണ്. അപ്പോൾ 2 ഫ്ലൂറിനാകുമ്പോൾ എന്താവും? 18 ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ 18 വരെ ഫിൽ ആവാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടം വരെ റൈറ്റാ ആണോ? ഇതിപ്പോൾ എത്രയായി? ഇവിടം വരെ എഴുതി അല്ലേ? ഓക്കെ, 5 സ്റ്റാർ അത്രയും വരെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയില്ലേ നോക്കിയേ നമ്പർ അല്ലേ? എഴുതാണ് കേട്ടോ. ഇനി ബോണ്ട് ഓർഡർ നോക്കി എഴുതിയേക്കുന്ന റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ശരിയായോ? അന്ന് ഇങ്ങനെ എഴുതി പോണേ.
ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെട്ടരുതട്ട് എക്സാമിനൊന്നും കേട്ടോ. ഓക്കെ. ആ റൈറ്റ് ആണ് കേട്ടോ. റൈറ്റ്. ഓക്കെ. ഇനി ഒന്ന് മോൻ നോക്കിയേ, ഇപ്പൊ എത്രയായി നമ്പർ മോഡലുള്ള കൗണ്ട് ചെയ്യുമ്പോ? ഇല്ല, മോഡലുള്ളത് 2 + 2 12 അല്ലേ? ഇതിന്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, ഇതിന്റെ ഇടയിൽ ഒരാൾ വിട്ടുപോയിട്ടുണ്ട്. സിഗ്മ, അത് കണ്ടോ, സിഗ്മ 2pz, അതിവിടെ വരും. ഉണ്ടല്ലേ, നമ്മളിവിടെ എഴുതിയില്ലേ സിഗ്മ 2pz, അതിവിടെ വരും അല്ലേ? സിഗ്മ 2pz. ഇപ്പൊ ഇവിടെ വരെ എത്രയായി? 14 ആയി. 15, 16. എത്ര വരെ വേണം ഫ്ലൂറിനാണെങ്കിൽ? 18. അപ്പൊ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിന് മാക്സിമം 2 അല്ലേ ഫില്ല് ചെയ്യാൻ പറ്റാം. ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 2 കൊടുക്കണം. 18. 2 + 2 4, 4 + 2 6, 8, 10, 12, 13, 14, 15, 16, 17, 18 ഉണ്ടോ? ഓക്കെ. അങ്ങനെയാ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഇനി നോക്കി ബോണ്ട് ഓർഡർ എഴുതി മോനെ. ബോണ്ട് ഓർഡർ എത്രയാണ്? സ്റ്റാർ ഇല്ലാത്തത് എത്രയാന്ന് നോക്കണം കേട്ടോ, തനിയെ നോക്കണം കേട്ടോ. ഓക്കെ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി കാണുമെന്ന് അറിയാം, എന്നാലും ആൻസർ എഴുതാം. ഇവിടെ 2 വരും, ഇവിടെ 2 വരും. ഇതാണ് അതിന്റെ എന്താ പറയാ, എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിന്റെ ബോണ്ട് ഓർഡർ NB - NA/2 അതർ ദാൻ സ്റ്റാർ അല്ലെ? സ്റ്റാർ ഉള്ളത് റെഡ് ആണ്, റെഡ് ഇല്ലാത്തൊക്കെ നോക്കിയേ 2, പിന്നെന്തായിരുന്നു 2, 4 അല്ലെ? ഓക്കെ. ദെൻ 2, 6, ദെൻ 8, 10. അപ്പൊ അതെ NB കിട്ടുന്നത് 10 മൈനസ് എന്തായിരുന്നു സ്റ്റാർ ഉള്ളത് അല്ലെ? സ്റ്റാർ ഉള്ളത് വരുമ്പോ എന്തായിരിക്കും? 2 + 2 4, 4 + 2 അല്ലെ? 6 + 2 8. അപ്പൊ 10 - 8 / 2 എത്ര കിട്ടും? 1. 1ന്റെ മീനിങ് എന്താ? ബോണ്ട് ഓർഡർ സിംഗിൾ ബോണ്ട് അല്ലെ? ഓക്കെ. ബോണ്ട് ഓർഡർ സിംഗിൾ ബോണ്ട് ആണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ. ചോദിച്ചോ, എന്ത് പറ്റി? ചോദിച്ചു കാര്യമായിട്ട് എന്തായാലും. ഓക്കെ. മോൻ ഓക്കെ ആയോ? കിട്ടിയല്ലോ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ കേട്ടോ? കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത എന്തായിരിക്കും? Ne2, നിയോൺ 2. വേഗം എഴുതാം. Ne2 നിയോൺ ആറ്റമിക് നമ്പർ 10 ആണ്. അപ്പൊ 2 Ne വരുമ്പോ എന്തായിരിക്കും? 20 അല്ലെ? ഓക്കെ. അപ്പൊ 20 ആവുമ്പോ എന്തായിരിക്കും? എന്താ വ്യത്യാസം വരിക അല്ലെ? 20 വരുമ്പോ എന്ത് വ്യത്യാസം വരും? പറ. 2 കൂടി എക്സ്ട്രാ വരും അല്ലെ? ഓക്കെ. 20 ആവുമ്പോ അപ്പൊ എന്തായിരിക്കും ആൻസർ എഴുതാൻ പോകുന്നത്? സിഗ്മ സ്റ്റാർ 2pz ഉണ്ടോ? ഇതും കൂടി വരും. അതാണ് Ne2 വരാൻ പോകുന്നത്. Ne2 വരുമ്പോ എന്തായിരിക്കും അല്ലെ? ഇപ്പൊ 20 ആയിട്ടുണ്ടാവും. മുകളിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയോ 20 ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി ഫിൽ ആയി അല്ലെ? ഓക്കെ. അപ്പൊ എന്ത് വരും? ബോണ്ട് ഓർഡർ 10 - 10/2 എത്ര കിട്ടും? 10 - 10/2 എത്ര കിട്ടും? 0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബോണ്ട് ഉണ്ടാവോ? ഇല്ല. അപ്പൊ Ne2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവില്ല. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ മോണോ ആറ്റമിക് അല്ലെ? ചിലത് മോണോ ആറ്റമിക് അല്ലേ? നമ്മൾ H2 എന്നൊക്കെ എഴുതും അല്ലെ? H2 എഴുതും. പക്ഷെ ചില മോളിക്കൂളിൽ നമ്മൾ നിയോണിന് എന്ത് എഴുതുള്ളൂ? Ne. ആർഗൺ എന്ത് എഴുതുള്ളൂ? Ar. ഹീലിയത്തിന് എങ്ങനെ എഴുതുള്ളൂ? He. വാട്ട് ഇസ് ദ റീസൺ? ബോണ്ട് ഓർഡർ 0. ബോണ്ട് ഓർഡർ 0 ആയാൽ അവര് മോളിക്കൂൾ ആവില്ല. അവര് എങ്ങനെയാ നിൽക്കുക? മോണോ ആറ്റമിക് കേട്ടോ. ഓക്കെ. അപ്പോ ബോണ്ട് ഓർഡർ 0 മീൻസ് നോ ബോണ്ട് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ. സോ Ne2 cannot exist. Ne2 എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. പിന്നെ അതെന്തായിരിക്കും? മോണോ ആറ്റമിക് ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് Ne2 cannot exist, it become mono atomic. ബോണ്ട് ഓർഡർ 0 വന്ന എന്തായിരിക്കും? അത് മോണോ ആറ്റമിക് ആയിരിക്കും. ആ ബോണ്ട് ഓർഡർ
ഇല്ല എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, ഇത് ഇത്ര എഴുതണം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെയിൻ എലമെന്റുകളാണ്. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, അതൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, അതും കൂടി ചെയ്ത് തരണം. 10 വരെ ആക്കണ്ടേ നമുക്ക് അല്ലേ. ഓക്കെ, ഇത്രയും വരെ എഴുതണം കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പമുള്ളതാണ്. കാരണം എന്താ, ചെറിയ എലമെന്റ് എന്ന് പറഞ്ഞാൽ എവിടം വരെ ഉണ്ടാവുള്ളൂ, എവിടം വരെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. കുഞ്ഞു എലമെന്റ് ഏതൊക്കെയായിരിക്കും? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, പിന്നെ ഇവിടെ നിന്ന് എഴുതിയുണ്ടല്ലോ ബോറോൺ വരെ നമുക്ക് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോ പെട്ടെന്ന് 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 എഴുതി പോകണം ക്ലിയർ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം തുടങ്ങാണ്. എല്ലാത്തിനെയും ബോണ്ട് ഓർഡർ എഴുതണം. തുടങ്ങാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ഒരു കുഞ്ഞു ടോപ്പിക് കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ചാപ്റ്ററിൽ മാച്ചോട്ടെ. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹൈഡ്രജൻ തുടങ്ങാം. H2. ഒരു ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1. 2 ഹൈഡ്രജൻ എത്രയായിരിക്കും? 2. അപ്പൊ എന്തായിരിക്കും എന്റെ സ്ട്രക്ചർ? ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, സിഗ്മ 1s2 ഇവിടെ ഓർത്ത് നോക്കുക, സിഗ്മ 1s2. ദെൻ സിഗ്മ 1s2 ആയി കഴിഞ്ഞാൽ അതിന്റെ ബോണ്ട് ഓർഡർ എത്ര എഴുതും? ബോണ്ട് ഓർഡർ NB-NA/2 അല്ലേ. അപ്പൊ എന്ത് വരും? 2 - 0/2 എത്ര കിട്ടും? 1 കേട്ടോ. ഓർത്ത് നോക്കുക, 1 എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ബോണ്ട് കേട്ടോ. ഓക്കെ, 1 സിംഗിൾ ബോണ്ട്. ഹീലിയം He2 നമ്മൾ ട്രൈ ചെയ്യാണ്. He2 ഹീലിയം ആറ്റമിക് നമ്പർ എത്രയാ? 2. അപ്പോ 2 ഹീലിയം വന്ന 2 ഹീലിയം വന്ന 4 വന്ന് എങ്ങനെ ഫില്ല് ചെയ്യും പറഞ്ഞോ? സിഗ്മ സ്റ്റാർ 1s2. അപ്പോ ബോണ്ട് ഓർഡർ എങ്ങനെ വരും പറഞ്ഞേ? അറിയൂലേ? 2 - 2 2 - 2 എത്ര കിട്ടും? സോറി 0 കേട്ടോ. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ പറയേ? മോണോ ആറ്റമിക്. അതിന്റെ മീനിങ് എന്താ? കനോട്ട് എക്സിസ്റ്റ് അല്ലെ. ഹീലിയം ഒരാളായിട്ട് നിൽക്കുള്ളൂ, രണ്ടെണ്ണമായിട്ട് വരുമോ? ഇല്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഹൈഡ്രജൻ, ഹീലിയം കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു പറയേ? ലിഥിയം. ഓക്കെ, ദെൻ ലിഥിയം Li2 നമുക്ക് നോക്കാം അല്ലെ. സിഗ്മ Li2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഒരു ലിഥിയം 3 ആണ്. അപ്പോ 1 2 3 3യുടെ ഡബിൾ എത്രയാ? 6 ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ടല്ലേ, ഒരു ലിഥിയത്തിനാണ് 3. ഇപ്പൊ 6 വരുമ്പോ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ബട്ട് 4 ആയി. ഇനി എന്തായിരിക്കും? 6 ആണെങ്കിൽ സിഗ്മ 2s2. അപ്പൊ ഇവിടെ എന്ത് വരും? ബോണ്ട് ഓർഡർ അല്ലെ. 4 - 2/2 എത്ര കിട്ടും? 1 അല്ലേ. 1 കേട്ടോ. ഓക്കെ, 1. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ബെർലിയം. ബെർലിയം എത്രയായിരുന്നു? 4 ആണ്. ഒരു ബെർലിയം 4. 2 ബെർലിയം വരുമ്പോ 8. അപ്പൊ എവിടം വരെ ഫിൽ ആവും? ഇതുണ്ടോ ഇല്ലേ? 2 2 2 ഇവിടം വരെ അല്ലേ. ഓക്കെ, അപ്പോ നമ്മൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ദെൻ ബോണ്ട് ഓർഡർ എത്ര വരും? അല്ലേ. 4 - 4/2 അപ്പൊ എത്ര? 0. 0 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? മോണോ ആറ്റമിക്. വേഗം എടുത്ത് എഴുതാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തതൊന്നും കൂടി പറയാം. എനർജി ലെവൽ ഡയഗ്രാം 1 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 1 മുതൽ 10 വരെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് അറിയോ? ബോറോൺ, കാർബൺ, നൈട്രജൻ, B2 C2 N2. അപ്പൊ അതിന്റെ നമ്മൾ പഠിക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ മാനേജ് ചെയ്തു കണ്ടോ. ഓർത്ത് നോക്കുക, അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്. ആദ്യം പഠിച്ച ഈ ഒരു ഓർഡർ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് തന്നെയല്ലേ ഇപ്പൊ എഴുതിയത് കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ 3 ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഫ്ലിപ്പ് ആവുള്ളൂ അല്ലെ. അങ്ങനെ പഠിപ്പിച്ചേ.
ഇത് നന്നായിട്ട് നിങ്ങളെ ലാസ്റ്റ് ക്ലാസ്സിൽ മിക്കവരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ അല്ലേ? എന്നിട്ടല്ലേ നമ്മൾ തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുത്തു, എന്നിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടേമുകൾ എഴുതാനുണ്ട് ആക്ച്വലി. ഓർത്ത് നോക്കുക, ഇതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ആ തിയറട്ടിക്കൽ സെക്ഷൻ എഴുതി കഴിയുമ്പോൾ ഈ ടോപ്പിക്ക് തീരും കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. തിയറി ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന. condition for the combination of atomic orbital. Condition for the combination of atomic orbital. Condition for the combination of atomic orbital. കണ്ടീഷൻ പറയാനായിട്ടുള്ള കാരണം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ഇതെല്ലാം എടുത്ത് വന്നേക്കുന്നത് അവർ തമ്മിലല്ലേ ജോയിൻ ചെയ്തേ. അല്ലാതെ സിഗ്മ 1s2 പൈയും തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആറ്റമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ എസും പിന്നെ എന്തൊക്കെ ജോയിൻ ചെയ്യാം? പിയും അല്ലെ. ഏകദേശം എനർജി ലെവൽ ഒരേ അല്ലെ ലെവലുള്ള ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? ജോയിൻ ചെയ്യുള്ളൂ. എനർജി ലെവൽ ഏകദേശം ഒരേ പോലെയുള്ള ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? ജോയിൻ ചെയ്യുള്ളൂ. ഓർത്ത് നോക്കുക. അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? അത് അല്ലെ ഡിഫറൻസ് ആയിട്ട് വെക്കും. നമ്മൾ ഇത് പറഞ്ഞ സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡാൻസിന്റെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങിയത് അല്ലെ. ഓർത്ത് നോക്കുക, ഡാൻസില് 2 ഗ്രൂപ്പ്, ആ 2 ഗ്രൂപ്പില് ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ എനർജി ലെവൽ അല്ലെ. ഒരാൾക്ക് കുറച്ച് കൂടുതൽ കുറച്ച് കുറവ്. അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യില്ല? പറ്റത്തില്ല അല്ലെ. ഓർത്ത് നോക്കാം, പറ്റത്തില്ല. ഇയാളൊരു ഡാൻസർ ആണ് എന്ന് വിചാരിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം, ഇയാള് മൈക്കിൾ ജാക്സന്റെ ഒപ്പമാണ് ഡാൻസ് കളിക്കണമെന്ന് കരുതാം. മൈക്കിൾ ജാക്സൺ ഭയങ്കര സ്പീഡാണ് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് പറ്റും അല്ലെ? പുള്ളി ഭയങ്കര 4 സ്റ്റെപ്പ് എത്തുമ്പോഴായിരിക്കും നമ്മളൊരു സ്റ്റെപ്പ് എത്താൻ. അപ്പൊ എന്ത് പറ്റും? നമുക്ക് അല്ലെ ജോയിൻ ചെയ്യത്തില്ല. അപ്പൊ നമ്മള് അല്ലെ അവരായിട്ട് അല്ലെ നമ്മള് വരില്ല. അപ്പൊ എനർജി ലെവൽ ഒരേ ആൾക്കാർ നമ്മൾ ജോയിൻ ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചേ. ദ കോമ്പിനേഷൻ ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്, the combination of atomic orbital, the combination of atomic orbital must have the same or nearly the same energy. Must have the same or nearly the same energy. ആ സെയിം എനർജി അണ്ടർലൈൻ ചെയ്യാം. Second point, same or nearly the same energy. Same or nearly the same energy. Second point എഴുതി വെക്കുക. The combining atomic orbitals. Second point, the combining atomic orbital must have the same symmetry. Must have the same symmetry about the molecular axis. Second point കേട്ടോ. The combining atomic orbitals must have the same symmetry. Symmetry എന്ന് പറഞ്ഞാൽ എന്താ? എസിന്റെ സിമെട്രി എന്താണ്? എസിന്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ. പിയുടെ ഷേപ്പ് എന്തായിരുന്നു? ഡംബൽ അല്ലെ. പിയുടെ ഷേപ്പ് എന്തായിരുന്നു? ഡംബൽ. ഓക്കെ, ഒരേ ഡംബിൾസ് നമ്മൾ എന്ത് ചെയ്യും അല്ലെ? ജോയിൻ ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. സെയിം സിമെട്രിക്ക് അബൌട്ട് ദി മോളിക്കുലർ ആക്സിസ്. ഓക്കെ ആണോ? ദെൻ തേർഡ് പോയിന്റ് കേട്ടോ. അടുത്ത് എഴുതാം തേർഡ് പോയിന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് 3 പോയിന്റ് ബിമ്പിലാണ് നമുക്ക് പറഞ്ഞു തരാൻ പോണേ കേട്ടോ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ദ കമ്പൈനിങ് ആറ്റമിക് ഓർബിറ്റൽ, the combining atomic orbitals must overlap. The combining atomic orbitals must overlap to the maximum extent. Must overlap to the maximum extent. മാക്സിമം എക്സ്റ്റെന്റ്. കാരണം എന്താണ്? കൂടുതൽ എക്സ്റ്റെന്റിൽ ഓവർലാപ്പ് ചെയ്താലേ സ്റ്റെബിലിറ്റി എന്താണ്ടാവുള്ളൂ, കൂടുള്ളൂ അല്ലെ. അതുകൊണ്ട് ആറ്റത്തിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കും മിക്കപ്പോഴും ആര്? മോളിക്യൂൾ അല്ലെ. അപ്പോ ഒരു ആറ്റം കമ്പൈൻ ടു ഫോം മോളിക്യൂൾ എന്താണ്? മോർ സ്റ്റേബിൾ ഡ്യൂ ടു എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ ഈ പോയിന്റുകളെല്ലാം വരിക. ഓർത്ത് വെക്കാം 3 പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് ഷോർട്ട് ആക്കി പറഞ്ഞാൽ എന്താ? ദ കമ്പൈനിങ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ആറ്റമിക് ഓർബിറ്റൽ മസ്റ്റ് ഹാവ് ദി സെയിം
സെയിം അല്ലേ, ഓർത്ത് വെക്കാം. ദെൻ സെക്കൻഡ് പോയിന്റ് സെയിം സിമെട്രി. തേർഡ് പോയിന്റ് എന്തായിരുന്നു? മാക്സിമം എക്സ്റ്റെന്റ് കേട്ടോ. ഓക്കെ, അതാണ് കണ്ടീഷനിൽ പറയുന്നത്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ, ഇത്ര എത്തുമ്പോൾ ഈ പോയിന്റ്സുകൾ മെയിൻ ആയിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു കുഞ്ഞു ടോപ്പിക് കൂടിയുണ്ട്. അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. ഹൈഡ്രജൻ ബോണ്ടിങ്. നെക്സ്റ്റ് ഹെഡിങ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ചാപ്റ്ററിലെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. രണ്ട് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട് ആണുള്ളത്. ഫസ്റ്റ് ഹൈഡ്രജൻ ബോണ്ടിന്റെ ഡെഫിനിഷൻ എഴുതുന്നത് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ട് ക്യാൻ ബി ഡിഫൈൻ ആസ് ദി ഹൈഡ്രജൻ ബോണ്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഹൈഡ്രജൻ ബോണ്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി attractive force which binds hydrogen atom, attractive force which binds binds hydrogen atom of one molecule with the electronegative atom, hydrogen atom of one molecule with the electronegative atom bracket fluorine oxygen nitrogen bracket കേട്ടോ. fluorine oxygen nitrogen bracket fluorine oxygen nitrogen fluorine oxygen nitrogen bracket close ചെയ്യാം. of another molecule next line എഴുതി വെക്കുക. hydrogen bond two types hydrogen bond two types അതിൽ ഫസ്റ്റ് intermolecular hydrogen bond intermolecular hydrogen bond intermolecular hydrogen bond രണ്ട് ടൈപ്പ് ആണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും. അതിൽ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇന്റർമോളിക്കുലർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ മോളിക്യൂൾ അങ്ങനെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്റർമോളിക്യൂൾ ഇൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾ എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഇതൊരു മോളിക്യൂൾ ആണ്. ഇത് നോക്കിയേ HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ദെൻ ഇവിടെയും ഒരു HF വരികയാണ് HF ഇതൊരു മോളിക്യൂൾ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ രണ്ട് മോളിക്യൂൾസുകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന സമയത്ത് ഇവര് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അട്രാക്റ്റീവ് ഫോഴ്സ് ഈ ഫ്ലൂറിൻ ഈ ഹൈഡ്രജന് അട്രാക്ട് ചെയ്യും. വാട്ട് ഇസ് ദ റീസൺ? ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഫ്ലൂറിൻ എന്താ? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഹൈഡ്രജനെ ജസ്റ്റ് ഒന്ന് അട്രാക്ട് ചെയ്യും എന്ന് കരുതി ഈ ബോണ്ടിനേക്കാളും സ്ട്രോങ് ഒന്നുമല്ല. ഇത് ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ആണ്. രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോൾ ഞാനൊരു മോളിക്യൂൾ ആണെന്ന് കരുതാം. ഞാനൊരു മോളിക്യൂൾ. അപ്പൊ ഓർത്ത് നോക്കാം. ഞാൻ നിൽക്കുന്ന ഈ ഇതിൽ ഞാൻ ഇയാൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഇയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഹാൻഡ് എന്ന് പറയുന്ന ഫ്ലൂറിനെ പോലെയാണ് ആക്ച്വലി. ഇയാളുടെ ഹാൻഡ് എന്ന് പറയുന്നത് ഹൈഡ്രജനെ പോലെയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ബോണ്ട് എൻ്റെ ഈ ഹാൻഡും ഈ ബോഡിയും തമ്മിലുള്ള ഇതിനേക്കാൾ സ്ട്രോങ് ആണോ? അല്ല അല്ലേ? ഓർത്ത് നോക്കുക. എന്നാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഈ ബോണ്ട് ഉണ്ടായി അങ്ങനെ ടുഗദർ ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതാണ് സ്ട്രോങ് അല്ലെ? ഇതിനെ കോവാലന്റ് ബോണ്ടാണ്. ഇതെന്താ? അട്രാക്റ്റീവ് ഫോഴ്സാണ്.
കേട്ടോ, ഓർത്ത് നോക്കാം. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. H2O വാട്ടർ അല്ലെ, നിങ്ങൾക്കറിയാം വാട്ടർ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും അല്ലെ, ഓർത്ത് നോക്കാം. ആ വാട്ടർ മോളിക്യൂൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഫോം ചെയ്യുന്നത്? വാട്ടർ എന്ന് പറയുമ്പോൾ H2O ആണ്. H2O എന്ന് പറയുമ്പോൾ ഇതേ വാട്ടർ, ഇത് ഫസ്റ്റ് വാട്ടർ മോളിക്യൂൾ. ദെൻ അനദർ വാട്ടർ മോളിക്യൂൾ നമുക്ക് ഇവിടെ നോക്കാം, H. ഈ ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്, ഇവിടെ ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുപോലെ ഈ ഓക്സിജൻ ഇതിനെ അട്രാക്ട് ചെയ്യും. ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കി. ദ അട്രാക്റ്റീവ് ഫോഴ്സ്, വായിച്ച ഡെഫിനിഷൻ. ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ എന്ത് ചെയ്തു? അനദർ മോളിക്യൂൾ, കണ്ടോ, ഓർത്ത് നോക്കാം. അനദർ മോളിക്യൂൾ ഉണ്ട്, കണ്ടോ. ഓക്കെ, അങ്ങനെ വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്, കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അത് ഇൻ ബിറ്റ്വീൻ മോളിക്യൂൾ ആണ്, കേട്ടോ. അപ്പൊ ആദ്യം എക്സാമ്പിൾ എഴുതി വെക്കാം. എക്സാമ്പിൾ എന്തായിരുന്നു? HF. ഇങ്ങനെ വരക്കണം, കേട്ടോ, ഇതുപോലെ ഒന്ന് വരക്കണം. എന്നിട്ട് ഇതിന് നോക്കിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതാൻ പോകുന്നത്, കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ എഴുതണം, കേട്ടോ. വേഗം. നല്ല രാത്രി അല്ലേ, കുറെ പഠിച്ചു അല്ലേ? അങ്ങനെ പഠിച്ചു, കുഴപ്പമില്ല, കേട്ടോ. ഓക്കെ, എഴുതി. ഉണ്ടോ, വിമല് നാളെ എക്സാം ആണ്, എന്നാൽ പോലും വിമല് വന്നു അല്ലേ? മൺഡേ അടുത്ത ആഴ്ചയേ ഉള്ളൂ. ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു, കണ്ടോ, ഓർത്ത് നോക്കാം അല്ലേ? കാര്യമല്ലേ, കാര്യമായിട്ട് പറഞ്ഞു അല്ലേ? ഓൾമോസ്റ്റ് ഈ എടുക്കുന്ന ഇതറിയാം, ഇവിടം വരെ ഉണ്ടായിരുന്നു. VSCPR തിയറി വരെയുള്ളതുണ്ട്. ആള് നെക്സ്റ്റ് വീക്കിലാണ് എക്സാം. ഈ വീക്കിൽ എത്തിയപ്പോ ഏകദേശം കവർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്താ അവര്. നല്ല കാര്യമാണ്, അതാ പറഞ്ഞേ. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞതാ, ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ വരെ എത്താൻ പറ്റി. അല്ലെ, കഴിഞ്ഞ ആർക്കും ഉണ്ടായില്ല കഴിഞ്ഞ എക്സാമിന് അല്ലേ? 36 കണ്ടുവരുന്നല്ലേ, 40ൽ 36 കിട്ടി. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഒരാള് നമ്മൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് തിങ്സ് ആണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ടീം വർക്ക് ചെയ്ത് പഠിക്കേണ്ടത്, കേട്ടോ, ഓർത്ത് നോക്കാം. വലിയ കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് എഴുതുമ്പോഴും നമ്മൾ അടുത്തൊരാളിങ്ങനെ പഠിക്കുന്നു, അപ്പോൾ ആ പോസിറ്റീവ്നെസ് അങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് പഠിക്കാനൊരു ആഗ്രഹമൊക്കെ തോന്നും, കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അല്ലാത്ത വന്നാലും ഡിസ്ട്രാക്ഷൻ വരും, കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഒരാള് ഇപ്പൊ ഇയാളിരിക്കുകയാണ് ആക്ച്വലി, ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഞാൻ എല്ലാ ദിവസവും ഗെയിം കളിക്കും, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ എനിക്കൊന്നുമില്ലല്ലോ, അയ്യോ ഈശോയെ ദൈവമേ. അപ്പൊ വെറുതെ ഇരിക്കണ മനുഷ്യനായിരിക്കും ഞാൻ. അപ്പൊ എന്ത് പറ്റും? ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്താവും, അത് കളിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ വരും, മനസ്സിലായി? അതിന് പകരം ഇയാൾ പറയാൻ പഠിക്കുന്നത്. അപ്പൊ ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അല്ലേ നിങ്ങളൊക്കെ സ്റ്റഡി ടേബിളിലൊക്കെ എന്ത് ചെയ്യും അല്ലേ, എന്ത് ചെയ്യും, നല്ല അട്രാക്റ്റീവ് സാധനങ്ങളൊന്നും വെക്കൂല അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? ഇവരുടെ സ്റ്റഡി ടേബിളൊക്കെ നമ്മളെ നീറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പഠിക്കുന്ന സമയത്തായിരിക്കും ഒരു പാവായിരിക്കണം, കൊള്ളാം, അതിനെ കണ്ണിൽ 2 കുത്തു കുത്തി, പിന്നെ ഒരു പൊട്ട് കൊടുത്തു അല്ലേ, അങ്ങനെ കുത്തി, പിന്നെ മുടിയൊക്കെ ഉറക്കും, പിന്നെ കളഞ്ഞു. അപ്പൊ തന്നെ 1 മണിക്കൂർ പോയിട്ടുണ്ടാവും, മനസ്സിലായി? അങ്ങനെ ചെയ്യരുത് അല്ലേ? ചിലവരാണെങ്കിൽ ബുക്കിലൊക്കെ വരക്കും, കേട്ടോ. നിങ്ങളല്ല, ഞാനാ പറഞ്ഞ, കേട്ടോ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ബുക്ക് കിട്ടി കഴിയുമ്പോൾ അതിൽ കുത്തി വരച്ച് അവസാനം കണ്ണും അവസാനം കീർക്കളയും. കാരണം എനിക്ക് കണ്ടാൽ തന്നെ പേടിയാവും. ആ രീതിയിൽ അങ്ങനെ ഇതായിക്കണം. ബാക്ക് പേജിലാണ്ട നിങ്ങളൊക്കെ ഞാൻ നോക്കിയുമ്പോൾ ബാക്ക് പേജൊക്കെ നീറ്റാണ്, നല്ല കുട്ടികളാണ് ആക്ച്വലി വരുന്നത്, കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, കേട്ടോ. അപ്പൊ ഒന്നും ചെയ്യരുത്, കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ ടെൻഡൻസി നമുക്ക് വരും. അപ്പോൾ ആ സമയത്ത് എന്നെ പറഞ്ഞ ഒരു സാറാണ് പറഞ്ഞത്, ടേബിൾ എപ്പോഴും വൃത്തിയായിരിക്കണം, നീറ്റായിരിക്കണം. അപ്പൊ നമുക്ക് ഡിസ്ട്രാക്ഷൻ കുറവായിരിക്കും. ഓക്കെ, എക്സാം ഒക്കെ ആകുമ്പോൾ പതുക്കനെ അങ്ങനെ അല്ലേ, കേട്ടോ. എഴുതിയല്ലോ. ഇതിന്റെ ഡെഫിനിഷനിലേക്ക് വരാം. എന്ന് എഴുതി, ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾ. ശരിയല്ലേ? ഇത് 1, ഇത് 2. 2 ഡിഫറെന്റ് മോളിക്യൂൾ ഓഫ് ദ സെയിം ഓർ ഡിഫറെന്റ് കോമ്പൗണ്ട്. ഇതിപ്പോ സെയിം ആണ്, ഡിഫറെന്റ് കോമ്പൗണ്ടിനെയും ചെയ്യാം, കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് മോളിക്യൂൾ ഓഫ് ദി സെയിം ഓർ different compound. It is formed between 2 different molecule of the same or different compound. അതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, INTRA. അടുത്ത സബ് ഹെഡിങ് ആണ്, കേട്ടോ. INTRA, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്.
ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതിന്റെ എക്സാമ്പിൾ എഴുതിയിട്ട് നമുക്ക് എഴുതി പോവാം. ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത് ഓർത്തോ നൈട്രോഫിനോൾ എന്നാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഓർത്തോ നൈട്രോഫിനോൾ പ്ലസ് ടു ഒരു ക്വസ്റ്റൻ ആണ് ആക്ച്വലി. ഓർത്തോ നൈട്രോഫിനോൾ കേട്ടോ, ഓർത്ത് നോക്കുക. ബെൻസീൻ റിംഗ്, ഇതാണ് ബെൻസീൻ റിംഗ്, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചേക്കുന്ന ബെൻസീൻ റിംഗ്. ഇതില് ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിന്റെ മുകളിൽ OH വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിനോൾ എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ ഇതുണ്ട്, ഇതാണ് ഓർത്തോ അല്ലെ. ഈ പൊസിഷൻ എന്താ വിളിക്കുക, ഓർത്തോ. ഓപ്പോസിറ്റ് പൊസിഷൻ എന്താ വിളിക്കുക, പാര കേട്ടോ. ഓക്കെ, അതൊക്കെ നമുക്ക് ഓർഗാനിക്കലി പഠിക്കാനുള്ളതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ഈ തൊട്ടടുത്ത പൊസിഷനെയാണ് ഓർത്തോ. അടുത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഓർക്കൂലേ, പാരന്റ്സിനൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ ഓർത്തോ കേട്ടോ. ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ള അതിനെന്തായിരിക്കും, പാര അല്ലെ. അപ്പൊ നമുക്ക് പണിയൊക്കെ തരുന്ന ആൾക്കാരെ പാര എന്നൊക്കെ പറയാല്ലേ അല്ലെ, ഓർത്ത് നോക്കാം. പാര ഓപ്പോസിറ്റ്. ഓക്കെ, അതെന്തായാലും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെ NO2 വരും. NO2 എന്ന് പറയുമ്പോ സിംഗിൾ ബോണ്ട്, ഇവിടെ എന്ത് വരും, ഡബിൾ ബോണ്ട്. ഓക്കെ, ഈ ഹൈഡ്രജൻ സ്വന്തം ഒരു മോളിക്യൂൾ തന്നെയാണ്. ആ മോളിക്യൂളിന്റെ ഉള്ളില് എല്ലാം അട്രാക്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് ഓർത്തോ കേട്ടോ. നൈട്രോ, ഓർത്തോനെ O എന്നാണ് കൊടുക്കുക, അല്ലെങ്കിൽ ഓർത്തോ എന്ന് എഴുതാം, ORTH ഓർത്തോ. ഓർത്തോ നൈട്രോഫിനോൾ, നൈട്രോഫിനോൾ, ഓർത്തോ നൈട്രോഫിനോൾ. ഇവിടെ വരുന്ന ഈ ഹൈഡ്രജൻ ഈ ഓക്സിജനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് ഇൻട്രാ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വിത്തിൻ ദ മോളിക്യൂൾ. ഇൻട്രാ, ഇതെന്തായിരുന്നു, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇന്റർക്ക് എക്സാമ്പിൾ ഇത് എഴുതണം കേട്ടോ, ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വരക്കണം. വരച്ചു ആ ഡോട്ട് കൊടുക്കണം കേട്ടോ. ആ ഡോട്ടിന്റെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതേ ഇങ്ങനെ എഴുതണം കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് കളയുമ്പോൾ മനസ്സിലാവില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ എന്ന് വേർഡിൽ എഴുതാം, അല്ലെങ്കിൽ H ബോണ്ടിങ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ്. അതിന്റെ പേര് എഴുതണം, ഓർത്തോ നൈട്രോഫിനോൾ. ഓർത്തോ നൈട്രോഫിനോൾ. ഫസ്റ്റ് പോയിന്റ് വരച്ചിട്ട് മതി. എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് ഫോംഡ് when hydrogen atom is in between the two highly electronegative atom present within the same molecule. Present within the same molecule. ആ സെയിം മോളിക്യൂൾ അണ്ടർലൈൻ ചെയ്യാം. സെയിം മോളിക്യൂൾ, present within the same molecule. അപ്പൊ വിത്തിൻ ദ മോളിക്യൂൾ ആ വേർഡാണ് ഓർത്ത് വെക്കുന്നത് കേട്ടോ. വിത്തിൻ ദ സെയിം മോളിക്യൂൾ ആയിരിക്കും വരുന്നത്. ഇനി ഇന്റർ ഉണ്ട്, ഇന്റർ ഉണ്ട്, വിച്ച് ഈസ് മോർ സ്ട്രോങ് ആൻഡ് വൈ? അങ്ങനെ ചോദിക്കും. ഇന്റർ ആയിരിക്കും, ഇന്റർ ആയിരിക്കും, ഓർ ഇന്റർ ആയിരിക്കും, ഇന്റർ ആയിരിക്കും. ഇന്റർ ഇന്റർ ആണോ ഇന്റർ ആണോ? ഇന്റർ എന്ന് അവര് പറയുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? രണ്ടും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് ഇന്റർ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇന്റർ സ്ട്രോങ് ആണ് കേട്ടോ. പണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ്
ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഫുട്ബോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലെ? ഞാനും അല്ലെ ഓർത്ത് നോക്കാം. അർജന്റീന എന്ന് പറഞ്ഞ ഇന്ത്യൻ ടീമായിട്ട് ഞാൻ കളിച്ചു, അർജന്റീന ആയിട്ട് കളിച്ചു. ആര് ജയിച്ചു? ഞാൻ ജയിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. ഞാനേ ജയിക്കുള്ളൂ എല്ലാ കളിയിലും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും? അത് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണ്. ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാനും ഇതല്ലേ ഇമ്മലും കൂടി ഇവിടെ ഫുട്ബോൾ ഇങ്ങനെ തട്ടി കളിക്കും. അതിനെയാണ് എന്ത് വിത്തിൻ ദ നേഷൻ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ചെറിയ വിത്തിൻ ദ നേഷൻ വന്നാൽ എന്തായിരിക്കും? ഇൻട്രാ നാഷണൽ അല്ലെ? ഇന്റർ കോളേജ്, ഇന്റർ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സ്കൂൾ ടു സ്കൂൾ. അപ്പോ ഇന്റർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എന്താ? മോളിക്യൂൾ ടു മോളിക്യൂൾ. ഇൻട്രാ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കൂളിലെ ക്ലാസ്സുകളിൽ തമ്മിൽ അല്ലെ? ഓർത്ത് നോക്കുക. ഇപ്പൊ ഒക്കെ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ 10A-യും 10B അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ അങ്ങനെയൊന്നുമില്ല. ഫുട്ബോൾ ഹൗസ് അത് തന്നെ ഹൗസ് നടത്തും. അതന്നെ ഹൗസായി. ശരിയാ. അപ്പൊ ഹൗസുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യും അല്ലെ? എന്നിട്ട് പോയിന്റ് ഒക്കെ അല്ലേ ഇപ്പോഴും? അങ്ങനെ തന്നെയല്ലേ? പോയിന്റ് കൊടുത്ത് അല്ലെ? ഏതൊക്കെ ഹൗസ് ഉണ്ട്? പേരൊക്കെ എന്താണ് കേട്ടില്ല? ഓ, രാഗ, ലയ, സ്വര. പണ്ട് കളറിന്റെ ഒക്കെ പറയുമായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് അങ്ങനെയൊക്കെ പറയും. നിങ്ങൾക്ക് എന്തായിരുന്നു ഹൗസിന്റെ പേര്? ഹോപ്പ. ഞാൻ പെട്ടെന്ന് ഹോപ്പ്. ഓക്കെ അല്ലെ? അത് കുഴപ്പമൊന്നും അർത്ഥമല്ല. നിങ്ങൾക്ക് പാട്ട് മറ്റേ മ്യൂസിക് ആണ്. സ്വരലയ അല്ലെ? സ്വര, ലയ, രാഗ. ഓക്കെ. എല്ലാ ഗേൾസിന്റെ പേരാണെന്ന്. രാഗ കേട്ടോ. ഓക്കെ. അപ്പൊ ഓർത്ത് നോക്കാം. അതുപോലെയൊക്കെ ഇപ്പൊ ഇൻട്രയും ഇന്ററും കേട്ടോ. ആരാ സ്ട്രോങ്? ഇന്റർ കേട്ടോ. ഓർത്ത് നോക്കാം. മോളിക്യൂൾ ടു മോളിക്യൂൾ അല്ലെ? ഇന്റർനാഷണൽ, നേഷൻ ടു നേഷൻ, ഇന്റർ സ്കൂൾ അല്ലെ? അപ്പൊ ഇന്റർ മോളിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ? മോളിക്യൂൾ ടു മോളിക്യൂൾ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾ കേട്ടോ. ആ ഡെഫിനിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാം. ഇത്ര എത്തുമ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകണം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ നേരെ തിരിച്ചാ പഠിക്കുക. നമ്മളിപ്പോ പഠിച്ച ടോപ്പിക്കില്ലേ അതിന്റെ ക്വസ്റ്റ്യനിന്ന് ഫ്രണ്ടിലേക്ക് പോവാം കേട്ടോ. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് എഴുതണം കേട്ടോ. ഓക്കെ, എഴുതിക്കോ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫോർത്ത് ചാപ്റ്റർ ഫാസ്റ്റ് ട്രാക്ക് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? കിട്ടി അല്ലേ? കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. വാങ്ങിച്ചിട്ട് പോകണം. ചോദിക്കണം കേട്ടോ. കാരണം അത് കാണും. വന്നിട്ടുണ്ട്. ശരിയാ. നിങ്ങൾക്ക് 11th നേരത്തെ അടിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ദ ടേം ബോണ്ട് ഓർഡർ? ടെക്സ്റ്റ് ബുക്കിലെ 4.40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കേട്ടോ. 4.40 ക്വസ്റ്റ്യൻ എഴുതണോട്ടോ എല്ലാവരും. വാട്ട് ഈസ് മെൻ ബൈ, ദി ക്വസ്റ്റ്യൻ എന്തായാലും എഴുതണോട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ദ ടേം ബോണ്ട് ഓർഡർ? ക്വസ്റ്റ്യൻ മാർക്ക്. കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ ഓഫ് N2, O2, O2 plus and O2 minus. What is meant by the term bond order? Bond order definition പറഞ്ഞേ. പറയൂലേ? The number of bonds between two atoms in a molecule അല്ലെ? ഓർത്ത് നോക്കുക. ഇവിടെ കണ്ടോ ഇവരെ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് പറഞ്ഞു. എങ്ങനെയാ ഡെഫിനിഷൻ എഴുതുന്നത് ബോണ്ട് ഓർഡറിന്റെ? Number of bonds between two atoms in a molecule. Then bond order equation എന്തായിരുന്നു? Equation എന്താ? Number of bonding minus number of anti-bonding divided by 2. കേട്ടോ. ഓക്കെ. അപ്പൊ ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക കേട്ടോ. Number of bonds between two atoms. Number of bonds between two atoms in a molecule. കേട്ടോ. ഓർത്തോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ കൊണ്ടത് വായിപ്പിക്കും കേട്ടോ. വായിക്കാൻ കിട്ടുമല്ലോ? കുഴപ്പമില്ല. ദൂരെ നിന്നായതുകൊണ്ടാണല്ലേ. ഓക്കെ, കുഴപ്പമില്ല. Then ഏതിന്റെയൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്? O2, N2 ഉണ്ടല്ലേ. N2, O2 പ്ലസ്. പിന്നെന്തായിരുന്നു?
O2 മൈനസ്. ഞാൻ ചോദിക്കട്ടെ, പ്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഇലക്ട്രോൺ ഗീവ് ചെയ്യുന്നതാണോ ലൂസ് ചെയ്യുന്നതാണോ? അപ്പൊ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആയത്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് അല്ലെ. നെഗറ്റീവ് പോയാൽ നിങ്ങൾക്ക് എന്താവും? പോസിറ്റീവ്. ഇനി ഇലക്ട്രോൺ റിസീവ് ചെയ്ത ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് റിസീവ് ചെയ്താൽ ഇറ്റ് ബിക്കം നെഗറ്റീവ്. അപ്പൊ ഇതിന്റെ മീനിങ് 1 ഇലക്ട്രോൺ ഇവിടെ പോയി. ഇതിന്റെ മീനിങ് എന്താ? 1 എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും ബോണ്ട് ഓർഡർ എഴുതാനല്ലേ പറഞ്ഞേക്കുന്നത്? എങ്ങനെ ചെയ്യണത്? എഴുതിക്കോ. O2 ഏത് കാറ്റഗറി? N2 ഏത് കാറ്റഗറിയിലായിരുന്നു? N2 വരുന്ന കാറ്റഗറി ഏതായിരുന്നു? നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ബോറോൺ, കാർബൺ, നൈട്രജൻ അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിലുള്ളതാണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ. അങ്ങനെ വന്ന സമയത്ത് എങ്ങനെയായിരിക്കും എഴുതുന്നത്? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 കേട്ടോ. നൈട്രജൻ എത്ര ആറ്റമിക് നമ്പർ? ഒരു നൈട്രജൻ 7, രണ്ട് നൈട്രജൻ വരുമ്പോൾ എത്രയാവും? 14. അപ്പോ ഇവിടെ 14 ആണ് അല്ലെ. മനസ്സിലാത് ഓർമ്മ തന്നെ. അപ്പോ ദെൻ ഇതെന്ന് പറഞ്ഞ 2 നൈട്രജന്റെ ആണ്. ഇങ്ങനെ എഴുതരുത്, മനസ്സിലാക്കി വെച്ചിട്ട് എഴുതി പോണം കേട്ടോ. ഓക്കെ, ദെൻ എന്തായിരിക്കും? സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പിന്നെന്ത് വരും? പൈ 2p x ഈക്വൽ ടു പൈ 2p y അല്ലെ. ഇനി ഇവിടെയും 2, ഇവിടെയും 2. എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. 8 + 2 എത്രയായിരുന്നു അല്ലെ? ഇപ്പൊ എത്രയായി? ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ. സിഗ്മ 2p z2. ഇവിടെ എത്തുമ്പോൾ എന്തായി? 14 ആയി. N2 ആയി. കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ എത്ര കിട്ടും? ബോണ്ട് ഓർഡർ എത്രയായിരുന്നു? ഇവിടെ നോക്കുമ്പോ അല്ലെ 2 അല്ലെ 4 6 10 - 4/2 എത്ര കിട്ടി? 3. മാക്സിമം 3 കിട്ടുള്ളൂ കേട്ടോ. അതിന്റെ മുകളിലേക്ക് കിട്ടത്തില്ല. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 3യുടെ മുകളിൽ ബോണ്ട് ഓർഡർ കിട്ടിയാൽ നിങ്ങൾക്ക് തെറ്റി കേട്ടോ. ഓർത്ത് വെക്കാം. അങ്ങനെ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് O2 എങ്ങനെ കിട്ടും? O2 ടോട്ടൽ എത്ര വരും? ഇവിടെ നോക്കിയേ. ഒരു ഓക്സിജൻ 8 കേട്ടോ. ആറ്റമിക് നമ്പർ എല്ലാവരും പഠിച്ചു നോക്കണം കേട്ടോ. 20 വരെ. 2 ഓക്സിജൻ ആകുമ്പോൾ എത്രയാവും? 16. അപ്പൊ 16 ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് 16. ഇനി ശ്രദ്ധിക്കാം, O2 F2 Ne അല്ലെ. ഇന്ന് പഠിച്ചതല്ലേ? O2 F2 Ne2 അത് ഇന്ന് പഠിച്ചതാ. അതിൽ വന്നപ്പോ ഒന്ന് ഫ്ലിപ്പ് ചെയ്യോ അല്ലെ. ആരാ ഫ്ലിപ്പ് ചെയ്യണേ? ഇത് ഫ്രണ്ടിൽ വരും. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? സിഗ്മ 1s2 സിഗ്മ 2s2 ഇനി എഴുതുമ്പോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സിഗ്മ 2p z2 ആയിരിക്കും. then pi 2p x2 ഈക്വൽ ടു pi 2p y2. ഇത്ര എത്തുമ്പോ നിങ്ങൾക്ക് 14 ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ഓക്സിജൻ എഴുതിയാണ്. അപ്പോ pi സ്റ്റാർ 2p x1 ഈക്വൽ ടു pi സ്റ്റാർ 2p y1 ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇതാണ് നമ്മള് O2 കേട്ടോ. ഓക്കെ, ദെൻ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? 10 - 6/2 അപ്പൊ എത്ര കിട്ടും? 2. കിട്ടിയോ? ഇനി O2 പ്ലസ് ഇത് ഇവിടം വരെ എഴുതി കേട്ടോ. O2 പ്ലസ് ഞാൻ ഇതിൽ എഴുതുള്ളൂ കേട്ടോ. ഓക്കെ, എനിക്ക് ഇതിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടം വരെ എല്ലാവരും എഴുതിയോ? O2 പ്ലസ് നിങ്ങൾ എഴുതിക്കോട്ടെ. എന്തായാലും എഴുതി തുടങ്ങി. O2 പ്ലസ് എഴുതിക്കും. O2 പ്ലസ് ട്രൈ ചെയ്തോ കേട്ടോ. കിട്ടിയാ? എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇപ്പൊ 16 അല്ലേ. പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ പോകും. ഇലക്ട്രോൺ പോയാൽ എത്രയാവും? 15 കേട്ടോ. ഒരു ഇലക്ട്രോണേ കളയുള്ളൂ കേട്ടോ. 2 ഓക്സിജനിൽ നിന്ന് ഒരെണ്ണം കളയുള്ളൂ. ചില ആൾക്കാർ കരുതും ഓരോ ഓക്സിജനിൽ നിന്ന് കളയും 2 അങ്ങനെ കരുതരുത് കേട്ടോ. O2 പ്ലസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണേ പോവുള്ളൂ. അപ്പോൾ 16 മാറി 15 ആവും. 15 ആവുമ്പോൾ എന്തായിരിക്കും ചേഞ്ച് വരിക? എവിടെ മാത്രം മാറും? ദേ ഇവിടെ നോക്കിയേ, ഇതങ്ങ് കളയും. ഇത് കണ്ടോ? ഇത് മാത്രമാവും. ഇവിടെ 0 എന്ന് എഴുതണം. ഇനി
ഇവിടെ ഞാൻ പ്ലസ് എന്ന് എഴുതും. കണ്ടോ, ഓർത്ത് നോക്കുക O2 പ്ലസ്. പിന്നെ കളയാൻ പറ്റൂലേ? അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ആണ്. ആക്ച്വലി രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് ആണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റേ ഉള്ളൂ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഓർത്തോ, ഞാൻ ടോസ് ഇടും, ടോസ് ഇട്ട് നോക്കിയിട്ട് കുഴപ്പം ഇയാൾക്ക് കൊടുക്കും. മനസ്സിലാവും? വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ദേഷ്യമാവും. മനസ്സിലായി? അപ്പം എന്ത് ചെയ്യും, ഞാൻ ടോസ് ഇട്ടിട്ട് ഇയാൾക്ക് കൊടുത്തു. ഒരെണ്ണമല്ലേ ഉള്ളൂ, അപ്പം എന്ത് ചെയ്യാനോ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ആ രീതിയിലാണ്. മനസ്സിലായി? അല്ലെങ്കിൽ മുമ്പിൽ പറഞ്ഞാനേ ഇപ്പം സാർ അല്ലേ, ഞാനപ്പോൾ അവിടെ ട്രിക്കൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ 1 0. ഇനി ബോണ്ട് ഓർഡർ എന്തായിരിക്കും? ഇവിടെ എത്രയാവും? എവിടെ വ്യത്യാസം വരിക? ഇത് 10 അല്ലേ? ഇത് എത്ര കിട്ടും? 5. 10 - 5/2 അപ്പൊ എത്ര കിട്ടും? 2.5. 2.5 ഉണ്ടോ? അപ്പൊ ആ ചേഞ്ചുകൾ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പൊ O2 പ്ലസിന് 2.5. ഒരു ഹാഫ് ബോണ്ട്, ചെറിയൊരു ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ചോദിക്കട്ടെ, O2 പ്ലസ് ഉണ്ട്, O2 ഉണ്ട്, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ കേട്ടോ. ഓർത്തോ, O2 പ്ലസ്. O2 പ്ലസ് ആകുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ പോകും. ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ റിപ്പൽഷൻ ആണേ. അവൻ അവിടെ നിന്ന് റിപ്പൽഷൻ കുറഞ്ഞിട്ട് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടും കേട്ടോ. ഓക്കെ, O2 മൈനസ്. O2 മൈനസ് വരുമ്പോൾ എന്തായിരിക്കും ഇനി? കേട്ടോ, O2 പ്ലസ് വരെ എഴുതട്ടോ. എല്ലാവരും എഴുതിയോ? എന്നിട്ട് വേണം എനിക്ക് ഇതിൽ തന്നെ എഴുതാനാ. O2 പ്ലസ് വരെ എല്ലാവരും എഴുതുക കേട്ടോ. ഓക്കെ, നിങ്ങൾ O2 മൈനസ് ഒന്ന് എഴുതി നോക്കിയേ. മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇലക്ട്രോൺ വരും. അപ്പൊ ആദ്യം O2 നോക്കണം കേട്ടോ, എന്നിട്ടാണ് O2 മൈനസ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആലോചിക്കാവൂ. നിങ്ങളൊന്ന് എഴുതിക്കോ ധൈര്യമായിട്ട്. അവിടെ കിട്ടി, വെരി ഗുഡ്, പറഞ്ഞോ. 1.5. 1.5. കിട്ടിയോ? ഡൺ. ഓക്കെ അല്ലേ? അപ്പോ O2 മൈനസ് ആണ് നോക്കുന്നത്. O2 മൈനസ് എന്ന് പറയുമ്പോ നിങ്ങൾ അറിയാം, O2 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ് അല്ലെ? ഇതാണ് O2, ഇതാണ് O2. ഇവിടെയാണ് O2 നിൽക്കുന്നത്. O2 മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി വരും. അപ്പൊ ഇവിടെ എന്താവും? 2. ഇത് 2 ആവും അല്ലേ? ഓക്കെ, 2 ആവില്ലേ? അങ്ങനെ 2 ആവുമ്പോ ഇവിടെ എന്ത് വരും? 10 - 7. 10 - 7/2 അപ്പൊ എത്ര വരും? 10 - 7/2 അപ്പൊ എത്ര വരും? 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5. ഓക്കെ, കോമൺ ചില കുട്ടികളെ എറർ വരുന്നത് ഇവിടെ കുട്ടിയുടെ സിഗ്മയിൽ അവിടെ ഒരെണ്ണം കൊടുക്കും. അങ്ങനെ വരാം കേട്ടോ. അങ്ങനെ വരരുത്, ഇതുപോലെ തന്നെ വരണം കേട്ടോ. ഓക്കെ, കാരണം എന്താ? അത് അപ്പുറത്തെ അല്ലേ, ഇത് ഫില്ല് ചെയ്തിട്ടേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കോമൺ എറർ അങ്ങനെയാ വരാറ്. ചില ആൾക്കാർ സിഗ്മ 2pz എഴുതിയിട്ട് അതിന് 1 കൊടുക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് 1.5 വന്നു. ഇനി ശ്രദ്ധിക്കാം, എൻട്രൻസിന് ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സിഗ്മ സ്റ്റാറും 1 സ്റ്റോക്ക് എഴുതി പോകുമ്പോൾ അവിടുത്തെ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞു, ആകെ 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാനാണ് കിട്ടുക. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ട്രിക്ക് ഇതാണ്, നമ്മൾ ചെയ്യുന്നൊരു റീസൺ ആണ്. അതിന് വേണ്ടി മാത്രം ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ഇത് ഓർത്ത് വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈട്രജനെ ഫോക്കസ് ചെയ്ത് പഠിക്കും. നൈട്രജൻ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു? 7 + 7 എത്ര വരും? 14. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഒരു ലോജിക്കാണ്. 14 വന്നാൽ ചെയ്യണ പരിപാടി ഇതാണ്. 14 വന്നാൽ ബോണ്ട് ഓർഡർ ആണ് മിക്കവും. നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് വന്നത് ചെയ്തോ കേട്ടോ. ബോണ്ട് ഓർഡർ കേട്ടോ, ഓർത്ത് വെക്കുക. ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു വെക്കുക. എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അത് മൾട്ടിപ്പിൾ ചോയ്സ് വരുമ്പോൾ
അല്ലെങ്കിൽ എൻട്രൻസിന് നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ ആണ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോണ്ട് ഓർഡർ 3 ആണ്. ബോണ്ട് ഓർഡർ 3 നൈട്രജൻ ആണ്, നമ്മൾ ഓർത്ത് നോക്കുക. ബോണ്ട് ഓർഡർ 3 എത്ര നമ്പർ 14 വന്നാലും അതെന്തായിരിക്കും 3. ഇനി 15 വന്നാൽ നോക്കിക്കോട്ടോ, 15 എവിടെ 15 വന്നാലും ഇതിൽ നിന്ന് ഒരു പോയിന്റ് കുറയും. അപ്പൊ എന്തായിരിക്കും അത് 2.5. 16 വന്നാൽ എന്തായിരിക്കും 1.5 വെച്ച് കുറയും. അപ്പൊ എത്രയായിരിക്കും 2. 17 വന്നാൽ എത്രയായിരിക്കും 1.5. 18 വന്നാൽ എത്രയായിരിക്കും 1. 18 വന്നാൽ എത്രയായിരിക്കും 1. കേട്ടോ, ഓർത്ത് നോക്കാം. 18 എവിടെയാണ് നേരത്തെ വന്നത്? ഫ്ലൂറിൻ F2 1 അല്ലേ? ഓർത്ത് നോക്കാം. ദെൻ ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് ഫ്ലൂറിന്റെ F+ കൊടുത്താൽ എന്ത് പറ്റും? ഒരെണ്ണം കുറയും. ഓർത്ത് നോക്കാം. അങ്ങനെ വരും. ഇനി ഫ്ലൂറിൻ മൈനസ് ഒന്നും കൂടി കയറി വന്നാൽ എന്ത് വരും? 19. അപ്പൊ എന്തായിരിക്കും 0.5. 20 വന്നാൽ എത്രയായിരിക്കും 0. ദാറ്റ്സ് ഓൾ. ഇനി ഇതേ രീതിയിൽ ഇപ്പുറത്തോട്ടും പഠിച്ചോ. 13 എത്രയായിരിക്കും 2.5. 12 എത്രയായിരിക്കും 2. 11 ഓർത്ത് നോക്കാം അല്ലെ? ഓർത്ത് നോക്കാം. ബോറോൺ എത്രയായിരുന്നു കിട്ടിയത്? ബോറോൺ എത്രയായിരുന്നു? ബോറോൺ 5 ആയിരുന്നല്ലേ? സിംഗിൾ ബോണ്ടല്ലേ കിട്ടിയേ? അത് അതുപോലെ ബോറോൺ എത്തുമ്പോ 1 ആയിരിക്കും. കണ്ടോ? 11 എത്രയായിരിക്കും? 11 എത്രയായിരിക്കും? 10 എത്രയായിരിക്കും? 1. 0 വരുന്ന എത്രയായിരിക്കും? അപ്പോ നിങ്ങൾക്ക് എൻട്രൻസിന് അവന്മാർ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിങ്ങനെ ചോദിക്കും. OF അതിന്റെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സിൽ വരുന്ന നല്ല കയറി വരുന്ന ക്വസ്റ്റൻ ആണ്. OF ഓക്സിജന്റെ നമ്പറും ഫ്ലൂറിന്റെ നമ്പറും കൂടി ആഡ് ചെയ്യുക. എത്രയാ? ഓക്സിജൻ എത്രയാ? 8. ഫ്ലൂറിന് എത്രയാ? ഒരു ഓക്സിജൻ എത്രയാണ്? 8ഉം 9ഉം 8ഉം 9ഉം കൂടി ചേർന്ന 17. 17 കിട്ടില്ല അല്ല, 8ഉം 9ഉം 17 വന്നാൽ എത്രയായിരിക്കും? 1.5. ബോണ്ട് ഓർഡർ അങ്ങനെ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചിട്ടില്ല സാറേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ എങ്ങനെ മിക്സ് ചെയ്താലും ഈ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ എൻട്രൻസിന് തീരും. അപ്പൊ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും പഠിപ്പിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം മാത്രമേ പഠിക്കുള്ളൂ. കാരണം വരക്കാൻ ചോദിക്കുമോ അല്ലെ? നോർമലി വരില്ല. ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന മൾട്ടിപ്പിൾ ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇത് നോക്കാതെ ബോണ്ട് ഓർഡർ ആണ് ആക്ച്വലി. ഇപ്പോ N2+ ഇതിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് N2+. N എന്ന് പറയുമ്പോൾ N2 2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? N2 എന്ന് പറയുമ്പോൾ എത്രയാ? 14. 2+ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ പോയി? 2. അപ്പൊ 12 വന്ന എത്രയായിരിക്കും? 2. ഓർത്തോ. ഇനി അത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 14 നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി അല്ലെ? 14 13 ആകുമ്പോൾ എത്രയാവും? ഉണ്ടോ? അങ്ങനെ ആലോചിച്ചാൽ പോരെ? അതല്ലേ പറഞ്ഞേക്കുന്നത്. ഉണ്ടോ? ഇത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് ഓരോ പോയിന്റ് കുറയും. മനസ്സിലായി? ആറ്റമിക് നമ്പേഴ്സ് വരുന്ന സമയത്ത് കേട്ടോ 2 എത്തും. അപ്പൊ അങ്ങനെ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ, ഓർത്ത് പോകുക. അങ്ങനെ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ എത്തുമ്പോൾ ഇതുപോലെ സിഗ്മ 1s2 ഒക്കെ എഴുതി കളിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ കുറെ സമയം പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് N2 എന്ന് ചോദിക്കുമ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ഒക്കെ എഴുതി കഥയൊക്കെ എഴുതി വരുമ്പോൾ കുറെ സമയം എടുക്കും. അതിന്റെ ആവശ്യമില്ല. ഈ ഒരു ഓർഡർ അതൊന്നും എഴുതി വെച്ചേ. ഇനി ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ബോണ്ട് ഓർഡർ ഓഫ് N2 സാറേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ള ടിപ്പാണ് അല്ലെങ്കിൽ ട്രിക്സ് ആണ് കേട്ടോ. ഓക്കെ, അത് മൾട്ടിപ്പിൾ ചോയ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ചോദിച്ചു. അതെ, 2+ വരുമ്പോ എന്താവും? അതാ ചോദിച്ചേ. 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പോകും. 14 നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ എത്ര വരും? 12. 12ന് എത്രയായിരിക്കും ബോണ്ട് ഓർഡർ? നോക്കിയേ, 2. അപ്പൊ N2+ ബോണ്ട് ഓർഡർ 2. അങ്ങനെയാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ താൻ എങ്ങനെ ചെയ്യും? ഇത് മുഴുവൻ എഴുതണം അല്ലെ? ഓക്കെ, എന്നിട്ട് അത് കളഞ്ഞ് കൗണ്ട് ചെയ്ത് പിടിച്ചു വരുമ്പോഴേക്കും അല്ലെ മൾട്ടിപ്പിൾ ചോയ്സിൽ നമുക്ക് വരില്ല. അല്ലാതെ ഇതുപോലത്തെ എഴുതാൻ പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ,
അത് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻട്രൻസുകൾക്കൊക്കെ നിങ്ങൾക്ക് ടൈം കളയാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എൻട്രൻസ് പറയാനില്ല, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒബ്സർവേഷൻ ടിപ്സ് ആണ് ആക്ച്വലി കേട്ടോ. ഓർത്തോക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തേക്കുന്ന വ്യൂ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ ഇത് റൂളൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒബ്സർവേഷൻ ആയിട്ട് ഉള്ളൊരു ടിപ്പാണ്, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്ത് പോയാൽ മതി. ഇത് ഇങ്ങനെ കാണാതെ പഠിക്കാനൊന്നും വേണ്ട. 14 3 ആണ്. അപ്പോൾ 15 ആകുമ്പോൾ 1.5 വെച്ച് കുറയും അല്ലെ ഓരോ പോയിന്റിലും അല്ലെ. ഇവിടെ ആകുമ്പോൾ 2.5 ഉണ്ടോ. 16 ആകുമ്പോൾ 2, 1.5, 1 അങ്ങനെ വെച്ച് ഓർത്തിരിക്കാനായിട്ട് ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. അടുത്ത 4.39 ക്വസ്റ്റ്യൻ എഴുതണ്ട, നമുക്ക് അറിഞ്ഞാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഡിഫൈൻ ഹൈഡ്രജൻ ബോണ്ട്, ഇറ്റ് ഈസ് വീക്കർ ഓർ സ്ട്രോങ്ങർ ദാൻ എ വാണ്ടർവാൾ ഫോഴ്സ്. ഇതൊക്കെയാണ് ചോദ്യം. ഹൈഡ്രജൻ ബോണ്ടിന്റെ ഡെഫിനിഷൻ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. വാണ്ടർവാൾ ഫോഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല അല്ലെ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നാണ് വാണ്ടർവാൾ ഫോഴ്സിൽ സ്ട്രോങ്ങർ ബോണ്ട് ആണ് എന്ത് ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ സ്ട്രോങ് ആണെന്ന് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4.38 ആണ്. ഇപ്പൊ പഠിച്ച ടോപ്പിക് ആയിട്ടല്ല. ഡിസ്ക്രൈബ് ദ ഹൈബ്രിഡൈസേഷൻ ഇൻ കേസ് ഓഫ് PCl5. നിങ്ങൾ പറഞ്ഞാൽ മതി PCl5ന്റെ ഹൈബ്രിഡൈസേഷൻ. ഇയാൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തല്ലും. PCl5 ഹൈബ്രിഡൈസേഷൻ. ഇല്ല, ഹൈബ്രിഡൈസേഷൻ ഇല്ല. ഷേപ്പ് പറഞ്ഞാൽ മതി. ഷേപ്പ് പറഞ്ഞാൽ മതി. PCl5 ഷേപ്പ് എന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ഹൈബ്രിഡൈസേഷൻ എങ്ങനെ നോക്കണം? PCl5 അല്ലേ. 5 വന്ന എങ്ങനെയാ? P3D. sp3d എത്ര ഉള്ളൂ? ഇത് എളുപ്പമല്ലേ ഉണ്ടോ? ഓർത്ത് നോക്കാം. 5 വന്ന P-ൽ എത്ര ബോക്സ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ sp3d. അങ്ങനെയാണ് BeF2 ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? Be സെൻട്രൽ ആറ്റം ആണ്. എത്ര F ഉണ്ട്? 2 എണ്ണം. 2 എണ്ണം വന്ന എന്തായിരിക്കും? sp. ഉണ്ടോ? ട്രിക്ക് മനസ്സിലായോ? ഒരു S, 3 Pയും ഒരു D കുറെ ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ 6 വന്ന എങ്ങനെ പറയും? S ഉണ്ടോ? ഇവിടെ നിന്ന് തുടങ്ങണം നോക്ക്. sp3D2 sp3D2 കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ CH4 എന്തായിരുന്നു ഹൈബ്രിഡൈസേഷൻ? CH4 ആണ്. 4 ആണ് ടോട്ടൽ. sp3 അല്ലെ. sp3 കണ്ടോ? sp3. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് BF3. അപ്പൊ ബോറോൺ സെൻട്രൽ ആറ്റം 3 ഫ്ലൂറിനാ വന്നേക്കുന്നത്. അപ്പൊ കണ്ടോ ഇങ്ങനെ 3, അല്ലാതെ ബോറോണിനെ കൂട്ടൂല. അപ്പൊ 3 ആണ് ടോട്ടൽ. അപ്പൊ എങ്ങനെയായിരിക്കും? ശരിയാ അല്ല, ഒരു എസും 2 Pയും അല്ലെ. അപ്പൊ sp2 അങ്ങനെ പറയണം കേട്ടോ. പറഞ്ഞ റൈറ്റ് ആണ്. sp2. ട്രിക്ക് മനസ്സിലായില്ലേ? കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ അത് വരച്ച് ക്ലിയർ ചെയ്ത് പോകണം. വൈ ആർ ദ ആക്സിയൽ ബോണ്ട് ലോങ്ങർ ആസ് കമ്പയർഡ് ടു ഇക്വിറ്റോറിയൽ ബോണ്ട്? ആക്സിയൽ ബോണ്ട് ലോങ്ങർ ആണ് ആക്സിയൽ ബോണ്ട് ലോങ്ങർ ആണ്. ഇക്വിറ്റോറിയൽ ബോണ്ട് മോർ റിപ്പൽഷൻ അല്ലെ. ഇക്വിറ്റോറിയൽ ബോണ്ട് എന്ത് ചെയ്യും? മോർ റിപ്പൽഷൻ ടു ദി ആക്സിയൽ ബോണ്ട്. അപ്പൊ റിപ്പൽഷൻ ഇൻക്രീസസ്, എന്ത് പറ്റും? ബോണ്ട് ലെങ്ത് ഓൾസോ ഇൻക്രീസസ്. എത്ര ഇക്വിറ്റോറിയൽ ബോണ്ട് ഉണ്ട്? ഇക്വിറ്റോറിയൽ PCl5 ട്രയാങ്കിൾ അല്ലേ. അപ്പൊ 3 ഇക്വിറ്റോറിയൽ ബോണ്ട്, 2 ആക്സിയൽ ബോണ്ട്. അപ്പൊ 3 ഇക്വിറ്റോറിയൽ ബോണ്ട്, ലാർജ് റിപ്പൽഷൻ against axial bond. അപ്പൊ എന്ത് പറ്റുന്നത്? ലോങ്ങർ ആവും കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അടുത്തത് 4.36 ആണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു ചോദ്യം ഇതാണ് കേട്ടോ. ഒന്ന് എഴുതിച്ചു. Compare the relative stability of the following species. And indicate their magnetic properties. Compare the relative stability of the following species and indicate their magnetic property. Magnetic property നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ്. എന്തായാലും അത് ഓർപ്പിച്ചു നന്നായി. അപ്പൊ ഇത്രയും ചെയ്തിരുന്ന എല്ലാത്തിന്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി വായിക്കും കേട്ടോ. നോക്കാം. Compare the relative stability of the following species and indicate their magnetic properties.
കേട്ടോ. എല്ലാത്തിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയണമായിരുന്നു, നമ്മൾ വിട്ടുപോയൊരു കേസാണ്, അതുകൊണ്ട് നമുക്ക് ഒന്ന് പറയാൻ കുറച്ച് വായിച്ചു നന്നായി. ചോദ്യം ഇതാണ്, O2 പ്ലസ് O2 2 മൈനസ് O2 2 O2 2 മൈനസ്. ഓക്കെ, അവിടെ വരെയാണ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. O2 പ്ലസ് O2 മൈനസ് O2 2 മൈനസ്, ഇതാണ് ചോദ്യം. N2 ഇല്ല. ഇതിൽ ഏതാണ് സ്റ്റെബിലിറ്റി എന്നും കൂടി പറയണം, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും പറയണം. എന്തൊക്കെയായിരുന്നു? O2 പ്ലസ് O2 മൈനസ് O2 2 മൈനസ്. വീട്ടിൽ പോയിട്ട് എല്ലാത്തിന്റെയും എഴുതണം കേട്ടോ. ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞുതരാം, ഹോംവർക്ക് ആണ്. നമുക്ക് നോക്കാം. O2 നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതണം. എങ്ങനെയായിരിക്കും O2 എഴുതുമ്പോ? N2 വരെ ഞാൻ O2 ആക്കാണത്. ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ശ്രദ്ധിക്കുക, വീട്ടിൽ പോയിട്ട് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. O2 എഴുതുമ്പോ ഇതാണ് നമ്മുടെ O2. ബോണ്ട് ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 മൈനസ് 6/2 എത്ര കിട്ടും? 2. ഇതാണ് O2. അപ്പൊ O2ന്റെ ബോണ്ട് ഓർഡർ എഴുതി. ഇനി ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് വന്നാൽ അത് പാരാമാഗ്നറ്റിക്, പെയ്ഡ് വന്നാൽ ഡയാമാഗ്നറ്റിക് കേട്ടോ. ഓർക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്പെഷ്യൽ പോയിന്റ് ആയിട്ട് ബോക്സിലാക്കി വെക്കുക കേട്ടോ. Magnetic property, unpaired electron hyphen paramagnetic, unpaired electron hyphen paramagnetic. അടുത്ത ലൈനില് paired electron hyphen diamagnetic, paired electron hyphen diamagnetic. ഇവിടെ നോക്കിയേ, ഇവിടെ എവിടെയെങ്കിലും 1 വന്നിട്ടുണ്ടോ നോക്കുക കേട്ടോ. 1 എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ ആയിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ അത് പെയർ അല്ല. പെയർ അല്ലാതെ വന്നാൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇവിടെ എഴുതേണ്ടത്? പാരാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക്കിന്റെ മീനിങ് ഇതാണ്, വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാലോ മാഗ്നറ്റ് അറിയാലോ. ആ മാഗ്നറ്റ് എന്ത് ചെയ്യും? ചില സബ്സ്റ്റൻസിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. എങ്ങനെയായിരിക്കും സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും? മാഗ്നറ്റിക് എവിടെയായിരിക്കും സ്ട്രോങ് ആയിട്ട്? അയൺ അല്ലെ? എന്തുകൊണ്ടായിരിക്കും അയൺ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്? അതിൽ കുറെ അൺപെയ്ഡ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് എന്തുണ്ട്? അൺപെയ്ഡ് കേട്ടോ. നോക്കാം. അപ്പോ നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ട് അയണിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അയണിന്റെ ആറ്റമിക് നമ്പർ എത്രയാ? 26 ആണ്. 26 1s2 2s2 2p6 3s2 ഇവിടെ വരെ വരും 4s2 ആയ 20 3d6 എത്ര വരും? 3d6 കേട്ടോ. നോക്കാം. 4 അൺപെയ്ഡ് വരും, ആറ്റമിക് നമ്പർ 26. 4s2 വരുമ്പോൾ എത്രയായിരിക്കും? 20. അത് കഴിഞ്ഞാൽ 3d6. 4 അൺപെയ്ഡ് വരും. അങ്ങനെ 4 അൺപെയ്ഡ് വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഓക്സിജൻ ഒക്കെ ഇത് കണ്ടോ, 2 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പൊ അത് എന്താണ്? വീക്ക്ലി ആണ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? പാരാമാഗ്നറ്റിക്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അട്രാക്ട് ചെയ്യും എന്ത് വന്നാലും? അൺപെയ്ഡ് വന്നു കഴിഞ്ഞാൽ കേട്ടോ. നോക്കാം. നെക്സ്റ്റ് പെയ്ഡ് ആണ് എങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് വീക്ക്ലി റിപ്പൽ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. വീക്ക്ലി എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് വീക്ക്ലി പതുക്കെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുന്നതിനെയാണ് ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് കുറെ ഇതൊക്കെ ചെയ്യാറുണ്ട്. പണ്ട് നമുക്ക് അറിയാവുന്ന മാഗ്നറ്റിക് കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പെൻസിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സമയത്ത് അല്ലെ പുറത്തു. അപ്പൊ വെൽനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നത് മാഗ്നറ്റിക് കിടക്കിൽ കിടന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. എന്നിട്ട് അവർ ഡെമോ ഒക്കെ ചെയ്യാറുണ്ട്. അതൊരു സംഭവത്തിലുള്ളൂ. ഇയാൾ പണ്ടാക്കാണ് എനിക്ക് 10,000 കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രേസ്ലെറ്റ് താൻ കെട്ടിയിട്ട് ചിലപ്പോൾ ഇയാൾ 1 കിലോ ഞാൻ കഷ്ടപ്പെട്ട് പോകുന്നത് കെട്ടി കഴിയുമ്പോൾ 1 കിലോ സൂപ്പായിട്ട് കൊള്ളാം. സംഭവത്തിലുള്ളൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിയോബിയം പോലുള്ള മാഗ്നറ്റ് ഇതിനുള്ളിൽ വയ്ക്കും. അത് ശരിക്കും പുറത്തധികം പെരിയൊന്നുമില്ല, കമ്പാരിറ്റീവ് പെരിയൊന്നുമില്ല. പക്ഷെ ഇത് വെച്ചിട്ട് അവർ ഉണ്ടാക്കണം. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന പറയുന്നത്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് നിങ്ങളുടെ ഹാൻഡിൽ ഉണ്ടത്, ഹാൻഡില് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? നമ്മുടെ ബോഡിയിൽ
എന്ത് എനർജിക്കും ആരാവശ്യമുണ്ട്? ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ നടക്കുമോ? അല്ലെ? നമുക്കറിയാം നമ്മള് അല്ലെ ഓക്സിജൻ നിർത്തി കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. അപ്പൊ നമ്മൾ ഓക്സിജൻ ബേൺ ചെയ്തിട്ടാണ് എനർജിയുടെ മെയിൻ ആയിട്ട് നടക്കുന്നത് എവിടെ പോകും? സെല്ലിന്റെ അല്ലെ ഓരോ സെല്ലിലും ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? C6H12O6 plus O2 gives CO2 plus H2O അല്ലെ പുറത്തു നോക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കും. അപ്പൊ അവിടെ നിന്ന് പ്ലസ് എനർജി വരും. അത് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നോർമലി ഇവിടെ നമ്മൾ ഈ ഹാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഓക്സിജന്റെ എമൗണ്ട് അട്രാക്ഷൻ കൂടാം. കാരണം അത് പാരാ മാഗ്നറ്റിക് ആണ് അല്ലെ. O2 എന്തായിരുന്നു? പാരാമാഗ്നറ്റിക്. ഓക്സിജന് അവിടെ ഇൻടേക്ക് സ്പീഡിൽ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു ചെറിയ രീതിയിലാണ്. പക്ഷെ എന്ന് വലിയൊരു ഭയങ്കരമായിട്ട് വരും ഇല്ല. അപ്പൊ ചെറിയ രീതിയിൽ അത് പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതിൽ സയന്റിഫിക് ബേസ് ഉണ്ട്, ഇല്ലാന്നൊന്നുമല്ല. പക്ഷെ ചെറിയ രീതിയിലുള്ളൂ. പക്ഷെ പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് നല്ലതല്ല. ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാം അല്ലെ പുറത്തു കൊടുക്കാം. അല്ലാതെ അത് പെർമനന്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ഒക്കെ എല്ലാ ദിവസവും കഴിച്ചോണ്ടിരിക്കും. ഭയങ്കര എല്ലാ ദിവസവും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പാരസെറ്റാമോൾ പഠിക്കാൻ കേട്ടോ അല്ലെ പുറത്തു നോക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അതിന് വേറെ സൈഡ് എഫക്റ്റോ അതുപോലെ തന്നെയാണ് കേട്ടോ നോക്കാം. ഒരു പെർട്ടിക്കുലർ ഒരു സമയത്ത് ചെറിയൊരു കാര്യങ്ങൾക്ക് വേണ്ടി അത് നിങ്ങളല്ലാതെ പെർമനന്റ് ആവുന്നത് നല്ലതല്ല എന്നാണ് സയന്റിഫിക് ജേണൽ. ഞാൻ പറയുന്നതല്ലാട്ടോ പുറത്തു സയന്റിഫിക് ജേണലുകളിൽ പറയുന്നതാണ്. പുറത്തു നോക്കാം. നമ്മൾ പഠിച്ചിട്ട് ഈ പാരാമാഗ്നറ്റിക് പഠിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഓക്കെ. പാരാമാഗ്നറ്റിക് എന്താ? വീക്ക്ലി പറയും അട്രാക്റ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആയി പഠിച്ച റീസൺ എന്തുകൊണ്ടാണ് പാരാ അൺപെയർഡ്. ഓക്കെ. ഇനി അടുത്ത എന്തായിരിക്കും? അപ്പൊ O2 മൈനസ് എടുക്കാം. O2 പ്ലസ് അവിടെ എടുക്കാം. O2 മൈനസ് വരുമ്പോൾ എത്രയായിരിക്കും ബോണ്ട് ഓർഡർ? ഇവിടെ എഴുതിയോക്കെ ശരിയല്ലേ അല്ലേ? 1.5. O2 മൈനസിന്റെ 1.5. ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ? പാരാമാഗ്നറ്റിക്. അപ്പൊ ഇതും പാരാമാഗ്നറ്റിക്. വീട്ടിൽ കൂടെ ഹോംവർക്ക് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. പാരാമാഗ്നറ്റിക്. ഇതും പാരാമാഗ്നറ്റിക്. ഇനി അടുത്തത് O2 പ്ലസ് വരുമ്പോ എന്ത് വരും? O2 പ്ലസ് വന്നാൽ എന്തായിരിക്കും? ഇതല്ലേ O2. ഇവിടുന്ന് പ്ലസ് പറഞ്ഞ് ഇവിടുന്ന് വെള്ളം പോകും. അപ്പോൾ ഇത് തന്നെയാണ് പാരാമാഗ്നറ്റിക് ആണ്. ഓർത്തോളാം അല്ലെ? 1 ആംപിയർ വന്നു. ഇനി O2 മൈനസ് അത് ശ്രദ്ധിക്കണം. O2 മൈനസ് പറഞ്ഞാൽ 2 എക്സ്ട്രാ ഇലക്ട്രോൺ വരും. അപ്പൊ എവിടേക്ക് വരും? ഇവിടെയും വരും, ഇവിടെയും വരും. അപ്പൊ എന്ത് വരും? അപ്പൊ ഇതിൽ ആരാ ഡയമാഗ്നറ്റിക്? O2 മൈനസ് ഡയമാഗ്നറ്റിക്. എന്തുകൊണ്ടാണ്? 2 എക്സ്ട്രാ ഇലക്ട്രോൺ. ഇവിടെ 1 ഉം 2 ആവും. ഇവിടെ 1 ഉം 2. അപ്പൊ അതെന്തായി? ഡയമാഗ്നറ്റിക്. അപ്പൊ ഇത് ഡയമാഗ്നറ്റിക്, ഇത് പാര, ഇത് പാര, ഇത് പാര, എല്ലാം പാരാമാഗ്നറ്റിക്. ഇനി അവിടെ ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു? ആ ക്വസ്റ്റൻ കമ്പയർ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എങ്ങനെ എഴുതിയേക്കുന്നത്? ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ആ പോയിന്റ് കൂടി എഴുതി. ഇത് ചിലപ്പോൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. നിങ്ങൾ എഴുതേണ്ടത് എഴുതാം. ഇതൊന്നും നോക്കാം നമുക്ക്. O2 എത്രയായിരുന്നു ബോണ്ട് ഓർഡർ? 2 ആണ് അല്ലെ? ഏറ്റവും കുറവ് ബോണ്ട് ഓർഡർ ആർക്കായിരിക്കും? ഏറ്റവും കുറവ് ബോണ്ട് ഓർഡർ ആർക്കായിരിക്കും? O2 2 മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ O2 16 അല്ലേ? 2 മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു 2 കൂടി വരും. അപ്പൊ എത്രയോ? 18 ആയ എത്രയോ? 1 കേട്ടോ. ഓർത്തോക്കാം. അപ്പൊ ബോണ്ട് ഓർഡർ ഏറ്റവും കുറവുള്ളത് O2 2 മൈനസിനാണ്. ഓർത്തോക്കാം. അപ്പൊ ബോണ്ട് ഓർഡർ ഇവിടെ 1 എന്ന് എഴുതും. ഓർത്തോക്കാം. സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. പിന്നെ എന്തായിരിക്കും? O2 O2 മൈനസ്. O2 മൈനസിന് എത്രയായിരിക്കും? O2 മൈനസ് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 17 ആണ്. അപ്പൊ എത്രയായിരിക്കും? ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ഇത് ബോണ്ട് ഓർഡർ ആണ് കേട്ടോ. ഇത് എഴുതണോട്ടൊന്നുമില്ല. ബോണ്ട് ഓർഡർ കേട്ടോ. ഓർത്തോക്കാം. ഇത് 1.5 സ്റ്റെബിലിറ്റി അല്ലെ? അതിനേക്കാളും കൂടുതലായിരിക്കും O2 ആവുമ്പോൾ എത്രയാവും? 2 അല്ലെ? ബോണ്ട് ഓർഡർ എത്രയാ? 2. ദെൻ O2 പ്ലസ് എത്രയായിരിക്കും ബോണ്ട് ഓർഡർ തന്നെ? 2 ആണ്. O2 പ്ലസിന് ഇതാണ് ഫൈനൽ ആൻസർ. ഇതൊന്നും എഴുതിക്കോ. നിങ്ങൾ കോൺഫിഗറേഷൻ എഴുതണം വീട്ടിൽ പോയിട്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഇതിന്റെ ഫൈനൽ ആൻസർ എങ്ങനെയാണ് എഴുതുക? ഇതിന്റെ റീസൺ എഴുതി. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. Bond order increases, stability also increases.
നമ്മുടെ വിമലിന്റെ എക്സാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ എഴുതാം. 4.7 എല്ലാവരും എഴുതും കേട്ടോ. ഡിസ്കസ് ദ ഷേപ്പ് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ. ഡിസ്കസ് ദ ഷേപ്പ് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ. 4.7 കേട്ടോ. ഓൺലൈനിലിരിക്കുന്ന ആൾക്കാരെ നോട്ട് ചെയ്യാം. 4.7 ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ 4.7. Discuss the shape of the following molecule using the VSEPR theory. Using the VSEPR theory. അപ്പോൾ ഷേപ്പുകളാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എത്ര വർക്ക് തുടങ്ങി സ്കൂളിൽ? സ്റ്റേറ്റ്സ് ഓഫ് സോറി തെർമോഡൈനാമിക്സ് തുടങ്ങി അല്ലെ? എവിടെ വരെ എത്തി? പകുതി എത്തി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി എടുത്തു. എൻതാൽപ്പി അയണൈസേഷൻ എല്ലാ എൻതാൽപ്പീസും എടുത്തു അല്ലെ? എൻട്രോപ്പി ഒക്കെ എടുത്തോ? എൻട്രോപ്പി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. തെർമോഡൈനാമിക്സ് തുടങ്ങാം. ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിക്കോ കേട്ടോ. BeCl2 BeCl2 BCl3 SiCl4 AS ആർസെനിക് ആണ്. AsF5 അടുത്ത് H2S പിന്നെയുള്ളത് PH3. ഇത് ചോദിച്ചിരിക്കുന്ന ഷേപ്പ് മാത്രമാണ്. നമ്മൾ പറഞ്ഞു ആദ്യം ഞാൻ നിങ്ങൾക്ക് VSEPR തിയറി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ട് പെയർ ലോൺ പെയർ നോക്കണം അല്ലെ? ബെർലിയത്തിന്റെ ആരംഭിക് നമ്പർ എത്രയാ? 4. 2,2. ബെർലിയത്തിന്റെ ആരംഭിക് നമ്പർ 4 ആണ്. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ആ 2 ഇലക്ട്രോൺ എത്ര ക്ലോറിനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്? 2. അപ്പൊ ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. ലോൺ പെയർ ഉണ്ടോ? ഇല്ല. അപ്പൊ 2 ബോണ്ട് പെയർ ഉണ്ട്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഷേപ്പ്? നമ്മൾ പഠിപ്പിച്ച 5 എണ്ണമാണ്. അത് കാണാൻ പഠിക്കണമായിരുന്നു. ഏതായിരുന്നു? BeCl2 ലീനിയർ, BF3 ട്രയഗണൽ പ്ലാനർ, CH4 ടെട്രാഹെഡ്രൽ, BCl5 ട്രയഗണൽ ബൈപിരമിഡ്, SF6 ഒക്ടാഹെഡ്രൽ. ഇത് വെച്ചിട്ട് ആണ് ഇതിന് എല്ലാത്തിനും എന്ത് മാത്രമേ ഉള്ളൂ? ബോണ്ട് പെയർ ഓൺലി ആണ്. ബാക്കിയുള്ള ലോൺ പെയർ വന്നാൽ വെച്ച് കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ക്ലാസ്സിലാത്തൊന്നും ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ ബെർലിയാണ്. ബെർലിയത്തിന്റെ 2 ഇലക്ട്രോൺസ് വരുമ്പോ ഇങ്ങനെയൊരു ഷേപ്പ്. ഇതിന്റെ പേരെന്തായിരുന്നു? ലീനിയർ കേട്ടോ. ഇതിന്റെ പേരെന്താ? ലീനിയർ. BCl3 ഓൾറെഡി പഠിച്ച കാറ്റഗറിയിലുള്ളതാണ്. 3 ക്ലോറിൻ വരുമ്പോ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ട്രയഗണൽ പ്ലാനർ കേട്ടോ. ട്രയഗണൽ പ്ലാനർ. SiCl4 സിലിക്കൺ. സിലിക്കൺ ആറ്റമിക് നമ്പർ എത്രയാണ്? 14. സിലിക്കൺ ആറ്റമിക് നമ്പർ 14. 2,8,4. ഔട്ടർ മോസ്റ്റിൽ എത്ര വരും? 4. അപ്പൊ കാർബണിനെ പോലെയാണ് അല്ലെ? ഇവിടെ 4 ക്ലോറിനല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. ബോണ്ട് പെയർ 4 വന്നാൽ എന്തായിരുന്നു പഠിപ്പിച്ചത്? ഷേപ്പ് എന്തായിരുന്നു? ബോണ്ട് പെയർ 4 വന്ന CH4 CH4 SiCl4 സെയിം ആണ്. കാരണം അവരൊരേ ഫാമിലിയാണ് അല്ലെ? അവരൊരേ ഫാമിലിയാണ്. അപ്പൊ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. വരക്കുന്നത് എങ്ങനെയാ? ടെട്രാഹെഡ്രൽ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ടെട്രാഹെഡ്രൽ. ടെട്രാഹെഡ്രൽ മീനിങ് എന്താ? ട്രയാങ്കിൾ ബേസ് ഉള്ള ഒരു പിരിമിഡിന് എത്ര ഫേസ് ഉണ്ടാകും? എത്ര ഫേസ് ഉണ്ടാകും? മനസ്സിൽ നോക്കി. ട്രയാങ്കിൾ ബേസ് ഉള്ള പിരിമിഡ് അതിനെത്ര ഉണ്ടാവും? 4 ഫേസ് ഉണ്ടാകും.
അതിനെയാണ് ഹിഡ്രൽ. ഹിഡ്രൽ എന്ന് പറഞ്ഞാൽ ഫേസ് എന്നാണ് അർത്ഥം കേട്ടോ. ഇങ്ങനെ വരച്ചാൽ മതി. ഇതിന്റെ പേര് ടെട്രാഹിഡ്രൽ കേട്ടോ. ഇതിന്റെ പേര് എന്തായിരുന്നു? എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ. ലീനിയർ, ഇവിടെ പേര് ട്രയാഗണൽ പ്ലാനർ, ഇതിന്റെ ഷേപ്പ് ടെട്രാഹിഡ്രൽ. AS ആഴ്സനിക് ആണ്. ആഴ്സനിക് ഫ്ലൂറൈഡ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ചാപ്റ്റർ അറിയണം. നിങ്ങൾ ഏത് അറിയുള്ളൂ? കണക്റ്റഡ് ആണല്ല. ഏത് ഫാമിലിയാണ് ആഴ്സനിക്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫാമിലി അറിഞ്ഞാണോ? ആഴ്സനിക് ഏത് ഫാമിലിയാണ്? ഇവിടെ കിട്ടിയല്ലേ? യെസ്, അവിടെ കിട്ടിയ എന്താ? ഏത് ഫാമിലിയാണ് ആഴ്സനിക്? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. കണ്ടോ? എന്ന് പറഞ്ഞേ, നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ആഴ്സനിക് AS, ബിസ്മത്ത് എന്തായിരിക്കും? BI. കണ്ടോ? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇനി ഓക്സിജന്റെ ഫാമിലിയിൽ സെലീനിയം ഉണ്ടാവും. സെലീനിയം വെച്ച് തരും കേട്ടോ. ഓർത്തോക്കാം അല്ലെ? നിങ്ങൾ ഓർത്തോക്കാം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. മെത്തേഡ് ചാപ്റ്റർ അല്ലേ? നമ്മൾ പീരിയോഡിക് ടേബിള് കണ്ടു. അപ്പോ ആഴ്സനിക്കിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? നൈട്രജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയുണ്ട്? നൈട്രജൻ എത്രയാണ്? അല്ലെ? 7 അല്ലേ? അപ്പൊ 2, ഇവിടെ 5 ഉണ്ട്. അത് തന്നെയാണ് ആഴ്സനിക് ഉണ്ടാവും. അപ്പോ ലോൺ പെയർ ഉണ്ടോ? ആഴ്സനിക്കിന്റെ ഔട്ടർ മോസ്റ്റിൽ 5 ആണ്. 1, 2, 3, 4, 5 വന്ന ഫ്ലൂറിന്റെ 5 കൂടി വരുമ്പോ എന്തായിരിക്കും? ഇല്ല അല്ലെ? അങ്ങനെ വന്നാൽ ആരെപ്പോലെ ആയിരിക്കും അത്? PCl5. എന്തായിരുന്നു ഷേപ്പ്? ട്രയാഗണൽ ബൈപ്ലെയിൻ. കാരണം എന്താ? രണ്ടുപേർക്കും ലോൺ പെയർസ് ഇല്ല അല്ലെ? ലോൺ പെയർ ഇല്ല. ലോൺ പെയർ ഇല്ലാതെ ബോൺ പെയർ വന്നാൽ ഇതുപോലെ വരക്കുന്നു. ആഴ്സനിക് ഇവിടെ കൊടുക്കുന്നു. ഓർക്കുക. ഇങ്ങനെ കിട്ടിയോ? പേര് ഇങ്ങനെ വരച്ചിട്ട് ട്രയാഗണൽ ബൈപ്ലെയിൻ കേട്ടോ. ഇങ്ങനെ വരച്ചാൽ എന്നിട്ട് ട്രയാഗണൽ ചെയ്യും. H2S. സൾഫറിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? സൾഫർ 16 അല്ലേ? അപ്പൊ എത്ര വരും? 2, 8, 6 ഉണ്ടോ? 16 ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ എത്ര വന്നിട്ടുണ്ട്? 6. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ ഇതേ വരണം. നോക്കിയേ, 1, 2, 3, 4, 5, 6. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 1. ഇവിടെ ഹൈഡ്രജൻ എത്രയുണ്ട്? 2. അപ്പൊ എത്ര പെയർ വന്നിട്ടുണ്ട്? ലോൺ പെയർ എത്ര? ലോൺ പെയർ 2 ലോൺ പെയറും 2 ബോൺ പെയറും. വാട്ടറിന്റെ ഷേപ്പാണത്. വാട്ടറിന് എന്തായിരുന്നു ഷേപ്പ് പഠിപ്പിച്ചേ? ബെൻ. ഓർമ്മയുണ്ടോ? വാട്ടറിന് എന്താ? ബെൻ. 4 വന്ന ആരെ പോലെ വരക്കണം പഠിപ്പിച്ചേക്കുന്നത്? കണ്ടോ? ഇയാളെ പോലെ അല്ലേ 4? 1, 2, 3, 4 അല്ലേ? 2 ബോൺ പെയർ, 2 ലോൺ പെയർ. കണ്ടോ? എത്ര വരും? 4 വന്ന ആരെ പോലെ വരക്കണം? ആരെ പോലെ വരക്കണം? CH4. അത് പഠിക്കാതെ ഇതിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ. ടെക്സ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചോളാം. എല്ലാ മോളിക്കൂളും എന്ത് പഠിച്ചാൽ പറഞ്ഞിരുന്നത്? കാണാതെ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? കാണാതെ പഠിക്കുന്നത് എളുപ്പമാണോ? അല്ല. അതിന് പകരം നിങ്ങളുടെ 5 എണ്ണം അൾട്രാ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? BF2. പിന്നെന്തായിരുന്നു? BCl3. അതിന്റെ ബോണ്ട് ആംഗിൾ അടക്കം 5 എണ്ണം പഠിക്കണം. എന്നിട്ട് 4 എണ്ണം വന്നാൽ ആരെ പോലെ വരക്കും? ഈ 4 എണ്ണം വന്നു കഴിഞ്ഞാൽ കേട്ടോ, 4 എണ്ണം അല്ലേ? അത് ആരെ പോലെ വരക്കും? ഇത് കണ്ടോ? സൾഫർ. ഇതിങ്ങനെ വരക്കും കേട്ടോ. ഇത് കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കട്ടെ, മെത്തേഡ് നോക്കാം. ഇതിനകത്ത് ഇഷ്ടമുള്ളിടത്തോളം നോക്കുക. ഇത് 3D ആയിരിക്കണം. അതേ ഉള്ളൂ. ഓർത്തോക്കാം. അപ്പൊ ഇവിടെ 2 ലോൺ പെയർ വരുമ്പോൾ ഇത് കണ്ടോ? ഇതിനെ ലോൺ പെയർ ആക്കി ചെയ്യുന്ന മെത്തേഡ് ഓർത്തു കേട്ടോ. ഇത് ഞാൻ പഠിപ്പിച്ചൊരു ട്രിക്കാണ് ആക്ച്വലി. ദെൻ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഇവിടെ പ്ലേസ് ചെയ്യും. ഇപ്പൊ 2 ലോൺ പെയർ ഓർത്തോക്കാം. 5 വന്നാൽ അങ്ങനെയാ. സീസോ ഷേപ്പ് ഒക്കെ ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ? സീസോ, ബെൻഡിറ്റി, ലീനിയർ, HCF2 കണ്ടോ? ഓർത്തോക്കാം. ഇന്ന് വിമലിന് അതാ പഠിപ്പിച്ചോണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? അല്ലെ? ഓർത്തോക്കാം. ഇപ്പൊ V പോലെയാണ്. ശരിയാ? വി ഓർ ബെൻഡ് രണ്ടും റൈറ്റ് ആണ് ആക്ച്വലി. ഓർത്തോക്കാം. വി ഓർ ബെൻഡ്. അപ്പൊ വി ഓർ ബെൻഡ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിന്റെ ബോണ്ട് ആംഗിൾ എത്രയാ? വെള്ളത്തിന്റെ ബോണ്ട് ആംഗിൾ പഠിച്ച അതേ ആംഗിൾ തന്നെ. 104.5. കേട്ടോ? അവിടെ പഠിച്ചു 104.5. ഗുഡ്. അതാണ് ബോണ്ട് ആംഗിൾ. ഓക്കെ. ഇനി PH3 നൈട്രജൻ ഫോസ്ഫറസ്. NH3 പഠിച്ച ആൾക്ക് PH3 കിട്ടും. ഉണ്ടോ? NH3 PH3 ഉണ്ടോ? തൊട്ട് താഴെ കിടക്കുന്ന ASH3 എല്ലാം സെയിം വരും. ഫോസ്ഫറസ് 15 ആണ്. 15 വരുമ്പോ
2, 8, 5. ഔട്ടർ മോസ്റ്റിൽ 5 ഉണ്ട്. അപ്പൊ 1, 2, 3, 4, 5. ഇവിടെ നോക്കുക H. എത്ര ലോൺ പെയർ എത്ര ബോണ്ട് പെയർ? 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ. ആരെ പോലെ തന്നെ വരച്ചാൽ മതി. ഇയാളെ പോലെ വരച്ചാൽ മതി. എങ്ങനെ വരക്കും? ഒരു പി ഞാൻ വരക്കുന്ന നോക്കുക. അതുപോലെ തന്നെ ഞാൻ വരക്കുന്നത്. ഇത് നോക്ക് ഉണ്ടോ? 4 അല്ലേ? 1, 2, 3, 4 അല്ലെ? നോക്കുക എന്താ 3 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ. ഈ റൗണ്ടിനെ ലോൺ പെയർ എന്ന് വിളിക്കുന്നത്. 1 ലോൺ പെയർ. അപ്പൊ 4. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കിക്കോ. ഇവിടെ നിങ്ങൾക്ക് ഏത് ലൈനിൽ വേണമെങ്കിലും മാറ്റാം. ഞാൻ ലോൺ പെയർ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് മുകളിൽ കൊടുക്കും. ഉണ്ടോ? ഇവിടെ എന്ത് കൊടുക്കണം? ഹൈഡ്രജൻ. ഇതാണ് എന്റെ ഷേപ്പ്. ഇങ്ങനെ എഴുതിയാൽ ഇവിടെ ഓർത്ത് നോക്കാം. ഈ ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഷേപ്പ്? ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ്. പിരമിഡ് എന്നാണ് അതിന്റെ പേര്. ഇവിടെ ഓർത്ത് നോക്കാം. പിരമിഡ്. ഇവിടെ ഓർത്ത് നോക്കാം. പിരമിഡ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കഴിഞ്ഞു. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ചാപ്റ്റർ തുടങ്ങി വെക്കും കേട്ടോ. കാരണം കുറച്ചും കൂടി പോർഷൻ ആയിട്ട് നമുക്ക് തിരിച്ചു വരികയാണെന്നുള്ളൂ. അതിനൊരു പ്ലാൻ ഉണ്ട്. അൺലൈസ് ഒരു ക്ലാസ് ആയിട്ട് സ്റ്റഡി സെക്ഷൻ വരാം. ക്ലാസ് ആയിട്ട് കുറച്ചും കൂടി പോർഷൻ ബൂസ്റ്റപ്പ് ആവും കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.